നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ഒരു നല്ല രാവിലെയിലേക്ക് പുതിയൊരു വാർത്താ ദിനത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വാർത്താ ദിനം നമ്മൾ ആരംഭിക്കുകയാണ്. സംസ്ഥാനത്ത് നല്ല മഴയുള്ള ദിവസങ്ങളാണ് കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ മഴ ഇങ്ങനെ ശക്തമായി തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ഒരു കാലാവസ്ഥയുടെ ഒരു സാഹചര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് വടക്കൻ കേരളത്തിൽ അതിശക്തമായ മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടായിരുന്നു. ഇന്ന് 3 ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. വയനാടും കണ്ണൂരും കാസർഗോഡുമാണ്. അതേസമയം തന്നെ പാലക്കാട് ജില്ലയിലെ സ്കൂളുകൾക്ക് ഇന്ന് മഴ പ്രമാണിച്ച് അവധി നൽകിയിട്ടുണ്ട്. പക്ഷേ ഈ അവധി കോളേജുകൾക്ക് ബാധകമല്ല എന്നുള്ളത് എടുത്ത് പറയണം. പിന്നെ മറ്റ് 6 ജില്ലകളിൽ യെല്ലോ അലേർട്ട് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അപ്പോൾ പൊതുവേ ഉള്ള കാലാവസ്ഥയുടെ ഒരു സാഹചര്യം ഇങ്ങനെയാണ്. അപ്പോൾ നല്ല പെരുമഴ തുടരുന്നത് പോലെ തന്നെ വാർത്തകളുടെ കാര്യത്തിലും നല്ല പെരുമഴക്കാലമാണ്. ഒരുപാട് വാർത്തകൾ ഇന്നത്തെ ദിവസവും പ്രേക്ഷകരെ കാത്തിരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കെല്ലാം വിശദമായി പരിശോധിക്കാം. ആദ്യം തലക്കെട്ടുകൾ. ഇന്ത്യ മുന്നണിയുടെ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥിയെ ഇന്നറിയാം. തുഷാർ ഗാന്ധി, ശാസ്ത്രജ്ഞൻ അണ്ണാദുരൈ എന്നിവരുടെ പേരുകൾ അടക്കം പരിഗണനയ്ക്ക്. വോട്ട് ചോരി വിഷയത്തിൽ ചീഫ് ഇലക്ഷൻ കമ്മീഷണറുടെ ഇംപീച്ച്മെന്റ് സാധ്യത തേടി പ്രതിപക്ഷം. വോട്ട് ചോരിയിൽ പാർലമെന്റ് ഇന്നും പ്രക്ഷുബ്ധമാകും. രാഹുൽ ഗാന്ധി നയിക്കുന്ന വോട്ട് അധികാർ യാത്ര 3ാം ദിനത്തിലേക്ക്. ഇന്ത്യ ചൈന നിർണായക ചർച്ചകൾ ഇന്ന്. ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് യിയും ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലും കൂടിക്കാഴ്ച നടത്തും. പ്രധാനമന്ത്രിയുമായും ചർച്ച നടത്തിയേക്കും. ട്രംപ് സെലൻസ്കി കൂടിക്കാഴ്ചയിലും വെടിനിർത്തൽ ധാരണയില്ല. ചർച്ചയ്ക്കിടെ പുടിനുമായി സംസാരിച്ച ട്രംപ് യുക്രൈന്റെ ഭാവി സുരക്ഷയ്ക്ക് ഉറപ്പുകൾ നൽകി. വൻ പ്രഖ്യാപനങ്ങളില്ലാതെ നേതാക്കളുടെ വാർത്താ സമ്മേളനം. He's expecting my call when we're finished with this meeting. Thank you very much, ഹമാസിന്റെ വെടിനിർത്തലിനോട് ഇസ്രായേലിന്റെ പ്രതികരണം എന്ത്? നെതന്യാഹുവിന്റെ തീരുമാനം കാത്ത് ലോകരാജ്യങ്ങൾ. ഖത്തർ, ഈജിപ്ത് മധ്യസ്ഥ ചർച്ചയിൽ ഹമാസ് സമ്മതിച്ചത് 60 ദിവസത്തെ വെടിനിർത്തലിന്. 2 ഘട്ടമായി മുഴുവൻ ബന്ദികളെ മോചിപ്പിക്കാമെന്നും ഹമാസ്. ബലാത്സംഗ കേസിൽ റാപ്പർ വേടന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. തൃക്കാക്കര പോലീസ് കോടതിയിൽ വിശദീകരണം നൽകും. വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചെന്ന യുവതി, വേടനെതിരായ കൂടുതൽ പരാതികൾ. ആധുനിക കാലത്തിനനുസരിച്ച് മാറാൻ അവർ നിർബന്ധിതരാവുകയോ അല്ലെങ്കിൽ അവർ അതിനുള്ള മനസ്സ് കാണിക്കുകയോ ചെയ്തു. പ്രധാനപ്പെട്ട സഭകൾ ഇത്തരത്തിൽ ഇന്ന് സുവിശേഷ കേരളത്തിൽ വരുന്നില്ല. ക്രൈസ്തവ സഭകൾക്കെതിരെ ഹിന്ദു ഐക്യവേദി നേതാവ് KP ശശികല. ഇന്ത്യയിലെമ്പാടും നടക്കുന്ന നിർബന്ധിത മതപരിവർത്തനത്തിന് ചരട് വലിക്കുന്നത് കേരളത്തിലെ സഭകൾ. തൊഴിൽ കടത്തിന്റെ പേരിൽ സഭകൾ തട്ടിക്കുന്ന പണത്തിന്റെ അളവ് അന്വേഷിക്കണം. തെളിവുകൾ കയ്യിലുണ്ടെന്നും ശശികല ന്യൂസ് 18 Q18. സംസ്ഥാനത്ത് ഇന്നും മഴ മുന്നറിയിപ്പ്. വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട്. പാലക്കാട് ജില്ലയിലെ സ്കൂളുകൾക്ക് ഇന്ന് അവധി. 6 ജില്ലകളിൽ യെല്ലോ അലേർട്ട്. ഏഷ്യാ കപ്പിനുള്ള ഇന്ത്യൻ ടീമിനെ ഇന്ന് പ്രഖ്യാപിക്കും. സഞ്ജുവിനെ ടീമിൽ നിലനിർത്തിയേക്കും. സൂര്യകുമാർ യാദവും ബുംറയും തുടരും. ശുഭ്മാൻ ഗില്ലിനെ പരിഗണിച്ചേക്കില്ല. ഇപ്പോൾ രാവിലെയിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മൾ വിശദമായി കടക്കുകയാണ് വാർത്തകളിലേക്ക്. ഓരോ വാർത്തകളും നമുക്ക് വിശദമായി അതിവേഗം പരിശോധിക്കാം. അപ്പോൾ ആദ്യം നമ്മൾ പോകുന്നത് ലോകമെമ്പാടുമുള്ള സമാധാന പ്രേമികളെല്ലാവരും ഒരേപോലെ കാത്തിരുന്ന ആകാംക്ഷയോടെ ഉറ്റുനോക്കിയിരുന്ന ഒരു ചർച്ചയായിരുന്നു ഇന്നലെ വൈറ്റ് ഹൗസിൽ നടന്നത്. ഡൊണാൾഡ് ട്രംപും യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയും തമ്മിൽ. അപ്പോൾ അതിന്റെ കൂടുതൽ ആ ചർച്ച എവിടം വരെ എത്തി, എങ്ങനെയാണ് ആ ചർച്ച അവസാനിച്ചത് എന്നതിനെ സംബന്ധിച്ച് കൂടുതൽ വിശദാംശങ്ങൾ പുറത്തേക്ക് വരികയാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയുമായി നടന്ന ഉച്ചകോടിയിൽ സമാധാന പ്രഖ്യാപനം ഉണ്ടായില്ല എന്നതാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം. വെടിനിർത്തൽ അടക്കമുള്ള പ്രഖ്യാപനങ്ങളും കൂടിക്കാഴ്ചയിൽ ഉണ്ടായില്ല. എന്നാൽ യുക്രൈന് ഭാവിയിൽ സുരക്ഷ ഉറപ്പു നൽകാൻ കൂടിക്കാഴ്ചയിൽ ധാരണയായി.
യൂറോപ്യൻ രാജ്യങ്ങളും അമേരിക്കയും ഇതിൽ പങ്കുവഹിക്കും. വെടിനിർത്തൽ അടക്കം ചർച്ച ചെയ്യുന്നതിനായി അമേരിക്ക, റഷ്യ, യുക്രൈൻ ത്രികക്ഷി സമ്മേളനം നടത്തും. KP അഭിലാഷാണ് കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നത്. KP, വെരി ഗുഡ് മോർണിംഗ്. തുടക്കത്തിൽ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ലോകം തന്നെ ഒന്നായി ഏറെ ആകാംക്ഷയോടെ കാത്തിരുന്ന, ഉറ്റുനോക്കിയിരുന്ന ഒരു ചർച്ചയാണ്. വലിയ പ്രഖ്യാപനങ്ങളൊന്നും ഉണ്ടായില്ല. നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ വെടിനിർത്തൽ ധാരണയിലേക്കൊന്നും എത്തിയില്ല എങ്കിൽ പോലും പ്രതീക്ഷയുടെ ഒരു കണിക അവസാനിപ്പിച്ചല്ലേ ഈ യോഗം അവസാനിച്ചത്? ആര്യ, ഗുഡ് മോർണിംഗ്. ലോകരാഷ്ട്രങ്ങളെ നേരിട്ടോ അല്ലാതെയോ ബാധിച്ചുകൊണ്ടിരിക്കുന്ന രണ്ട് യുദ്ധങ്ങൾ, ആ രണ്ട് യുദ്ധങ്ങൾ ഇപ്പോഴും തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് റഷ്യ യുക്രൈൻ യുദ്ധമാണ്. മറ്റൊന്ന് ഹമാസും ഇസ്രയേലും തമ്മിലുള്ള പോരാണ്. ഈ രണ്ട് യുദ്ധങ്ങളും അവസാനിക്കുവാനുള്ള സാധ്യതകളുടെ പ്രതീക്ഷയുടെ കണിക എന്ന് തന്നെ പറയാവുന്ന തരത്തിലുള്ള വാർത്തയാണ് ഈ വാർത്താ പ്രഭാതത്തിൽ നമുക്ക് പ്രേക്ഷകരുമായി പങ്കുവെക്കേണ്ടത്. അതിൽ ആര്യ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങൾ അമേരിക്കയുടെ ഭാഗത്ത് നിന്നാണ് സജീവമായി തുടർന്നുകൊണ്ടിരിക്കുന്നത്. ആ ചർച്ചാ തുടർച്ചയുടെ ഭാഗമായിട്ടാണ് ഇന്നലെ വ്ളാഡിമിർ സെലൻസ്കിയുമായി, യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയുമായി ഡൊണാൾഡ് ട്രംപ് ചർച്ച നടത്തിയത്. ഈ ചർച്ചയിൽ യൂറോപ്യൻ രാജ്യങ്ങളുടെ തലവന്മാരും പങ്കെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ചർച്ചയിൽ വെടിനിർത്തലിന് ധാരണയായിട്ടില്ല എങ്കിലും അതിനുള്ള സാധ്യതകൾ തുറന്നു നൽകുന്ന ഒട്ടേറെ വിഷയങ്ങൾ ചർച്ച ചെയ്യാനും ആ ചർച്ചകൾ ഫലപ്രദമായി തന്നെ അവസാനിപ്പിക്കാനും സാധിച്ചു എന്നാണ് ഇപ്പോൾ റിപ്പോർട്ടുകളിലൂടെ പുറത്തുവരുന്നത്. ഔദ്യോഗികമായി എന്തൊക്കെയാണ് തീരുമാനങ്ങൾ എന്നത് വ്ളാഡിമിർ സെലൻസ്കിയോ അല്ലെങ്കിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപോ ഇപ്പോഴും വിശദീകരിച്ചിട്ടില്ല. പക്ഷേ ഈ ചർച്ചയിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ യൂറോപ്യൻ രാജ്യങ്ങൾ ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തിരുന്നു എന്നതിൽ നിന്ന് നമുക്ക് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്ന വിവരങ്ങൾ എന്നത് റഷ്യയും യുക്രൈനും തമ്മിൽ നേരിട്ട്, അതായത് മുഖാമുഖം ഒരു ചർച്ചയ്ക്ക് കളം ഒരുങ്ങുന്നു എന്നുള്ളത് തന്നെയാണ്. അങ്ങനെയെങ്കിൽ വ്ളാഡിമിർ സെലൻസ്കിയും റഷ്യൻ പ്രസിഡന്റ് പുടിനും തമ്മിലുള്ള നേരിട്ടുള്ള ചർച്ചയാണ് നടക്കാൻ പോകുന്നത്. അതിന് അമേരിക്ക മധ്യസ്ഥം വഹിക്കും അല്ലെങ്കിൽ അവസരം ഒരുക്കും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട നീക്കം. ഈ വെടിനിർത്തൽ ധാരണയിലേക്ക് എത്തിയിട്ടില്ല എന്നതും അതോടൊപ്പം തന്നെ റഷ്യയ്ക്ക് യുക്രൈൻ്റെ ചില ഭാഗങ്ങൾ വിട്ടു നൽകണം എന്നതുൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ആണ് റഷ്യ മുന്നോട്ട് വെച്ചിരുന്നത് എന്നതാണല്ലോ നമ്മൾ അറിഞ്ഞിരുന്നത്. അത്തരം ആവശ്യങ്ങളിലും അനുകൂലമായ ഒരു നിലപാട് ഇപ്പോഴും യുക്രൈൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല എന്നതാണ് വസ്തുത. പക്ഷേ യുക്രൈനും റഷ്യയും തമ്മിൽ നേരിട്ട് ചർച്ച നടത്തുമ്പോൾ ഇത് സംബന്ധിച്ച ധാരണയിലേക്ക് എത്തുവാനുള്ള സാധ്യതയുണ്ട്. ഇതിന് ഏതാണ്ട് 2 ആഴ്ചയ്ക്കകം തന്നെ ഇങ്ങനെ ഈ ഇരു രാഷ്ട്രത്തലവന്മാരും ചർച്ച നടത്തുന്നതിനുള്ള വേദി ഒരുക്കും എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിച്ചത്. വ്ളാഡിമിർ പുടിനും ഒപ്പം വ്ളാഡിമിർ സെലൻസ്കിയും തമ്മിലുള്ള കൂടിക്കാഴ്ച 2 ആഴ്ചയ്ക്കകം തന്നെ നടക്കും എന്ന് അറിയാൻ സാധിക്കുന്നു. ആ കൂടിക്കാഴ്ചയിൽ ഉരുത്തിരിഞ്ഞു വരുന്ന അഭിപ്രായങ്ങൾ, ആ അഭിപ്രായങ്ങൾ നടപ്പിലാക്കുന്നതിന് പ്രധാനമായും ഈ യൂറോപ്യൻ രാജ്യങ്ങളുടെയും ഒപ്പം അമേരിക്കയുടെയും മേൽനോട്ടം ഉണ്ടാകുമെന്നും മുൻകൈ ഉണ്ടാകും എന്നുമാണ് ഇപ്പോൾ ധാരണയിലേക്ക് എത്തിയിട്ടുള്ളത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒപ്പം ഈ ചർച്ചയിൽ ഉരുത്തിരിഞ്ഞു വന്നിട്ടുള്ള അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ ഇത് പൂർണ്ണമായും റഷ്യയെ അറിയിക്കുന്നതിനുള്ള ചുമതല അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ ഈ യോഗം നൽകുകയും ചെയ്തിട്ടുണ്ട്. മറ്റൊരു കാര്യം എടുത്തു പറയേണ്ടത്, ഈ ചർച്ചയ്ക്കിടെ വ്ളാഡിമിർ പുടിനുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ടെലിഫോണിലൂടെ സംഭാഷണം നടത്തി എന്നുള്ളതാണ്. ഏതാണ്ട് 40 മിനിറ്റ് അദ്ദേഹം ഈ ചർച്ചയ്ക്കിടയിൽ തന്നെ, അതായത് മണിക്കൂറുകൾ നീണ്ട ചർച്ചയായിരുന്നു, ആ ചർച്ചയ്ക്കിടയിൽ വ്ളാഡിമിർ പുടിനുമായി ചർച്ച നടത്തുകയും അങ്ങനെ കാര്യങ്ങൾ, അതായത് ഇപ്പോൾ ഈ വാർത്താ സമ്മേളനത്തിലൂടെ ഔദ്യോഗികമായ തീരുമാനങ്ങൾ അറിയിച്ചിട്ടില്ല എങ്കിൽ പോലും അമേരിക്കൻ പ്രസിഡന്റിൻ്റെ പ്രതികരണത്തിൽ നിന്ന് അടക്കം മനസ്സിലാക്കുന്നത് റഷ്യൻ പ്രസിഡന്റിനും അതോടൊപ്പം തന്നെ യുക്രൈൻ പ്രസിഡന്റിനും ഈ യുദ്ധം അവസാനിപ്പിക്കണം എന്ന അതിയായ ആഗ്രഹം ഉണ്ട് എന്ന് തന്നെയാണ്. അതോടൊപ്പം തന്നെ ഈ ചർച്ചയുടെ ഭാഗമായിട്ടുള്ള ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാർമർ, ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ, ജർമ്മൻ ചാൻസലർ ഫ്രീഡറിക് മെർസ്, ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണി, ഫിൻലൻഡ് പ്രസിഡന്റ് അലക്സാണ്ടർ സ്റ്റബ്സ്, ഇവർ എല്ലാവരും തന്നെ ഐക്യകണ്ഠേന തന്നെ ഈ യുദ്ധം അവസാനിപ്പിക്കണമെന്ന നിർദ്ദേശം ആണ് മുന്നോട്ട് വെച്ചത്. നാറ്റോ സെക്രട്ടറി ജനറൽ മാർക്ക് റൂട്ടെയും യൂറോപ്യൻ കമ്മീഷൻ അധ്യക്ഷൻ ഉർസുല ഫോണ്ടേലൈനും ഈ ചർച്ചയുടെ ഭാഗമാവുകയും ചെയ്തു. ഇനി നിർണായകമാകാൻ പോകുന്നത് ഈ ഭൂമി കൈമാറ്റവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ തന്നെയാണ്. ആര്യ, അതിൽ ഡൊണസ്റ്റിക്സ് മേഖല എന്നതാണ് ഇപ്പോൾ റഷ്യയുടെ കണ്ണുകൾ എന്നത് നമുക്ക് കൃത്യമായി അറിയാം. ആ മേഖല വിട്ടു നൽകണം എന്നുള്ളതാണ് റഷ്യയുടെ ആവശ്യം എന്നത്. ഈ മേഖല വിട്ടു നൽകുകയാണെങ്കിൽ ഇപ്പോൾ റഷ്യ സൈനിക നീക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഹെർസൺ
സപ്പോസിറിയ എന്നീ മേഖലകളിൽ നിന്ന് അടക്കം സൈന്യത്തെ പിൻവലിക്കും എന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ അലാസ്കയിൽ നടന്ന കൂടിക്കാഴ്ചയിൽ ഡൊണാൾഡ് ട്രംപിന് ഉറപ്പ് നൽകിയിരുന്നു എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം, ഇപ്പോൾ ഈ യുക്രൈന്, അതായത് യുദ്ധത്തെ തുടർന്ന് നമുക്കറിയാം റഷ്യയും യുക്രൈനും തമ്മിൽ താരതമ്യം ചെയ്യുമ്പോൾ റഷ്യയാണ് പ്രബലമായ രാജ്യം, യുക്രൈൻ ചെറു രാജ്യമാണ്. അതുകൊണ്ട് തന്നെ ഒരു യുദ്ധത്തിൽ ഏറെ നാൾ പിടിച്ചു നിൽക്കാൻ, മറ്റ് രാജ്യങ്ങളുടെ സഹായമില്ലാതെ പിടിച്ചു നിൽക്കാൻ യുക്രൈന് സാധിക്കില്ല എന്ന പൊതുവിലയിരുത്തലുണ്ട്. ഒപ്പം നാശനഷ്ടങ്ങൾ കൂടുതലായും സംഭവിച്ചിട്ടുള്ളത് യുക്രൈനാണ്. അതുകൊണ്ട് തന്നെ യുക്രൈൻ ആണ് ഇനി പുനർനിർമ്മിക്കേണ്ടതായി വരുന്നത്. അത്തരം യുക്രൈൻ്റെ പുനർനിർമ്മാണം, അതോടൊപ്പം തന്നെ യുക്രൈൻ്റെ ഭാവി, അതായത് ഇതിൽ തന്നെ ഡൊണറ്റ്സ്ക് മേഖല എന്ന് പറയുന്നത് യുക്രൈൻ്റെ ഒരു സാമ്പത്തിക മേഖല എന്ന് തന്നെ നമുക്ക്, വ്യവസായ മേഖല എന്ന് തന്നെ നമുക്ക് പറയാം, തന്ത്രപ്രധാനമായ ഒരു ഭൂപ്രദേശം ആണിത്. ഈ മേഖല വിട്ടു നൽകിയാൽ സ്വാഭാവികമായും യുക്രൈന് വലിയ പ്രതിസന്ധികൾ ഉണ്ടാകും. അത് സാമ്പത്തികവും സാമൂഹികവും സാംസ്കാരികവുമായ പ്രതിസന്ധിയാണ്. അപ്പോൾ ആ പ്രതിസന്ധി ഘട്ടത്തിൽ അടക്കം യുക്രൈന് വേണ്ട എല്ലാ സഹായവും, അതായത് നിലവിൽ യുക്രൈൻ എങ്ങനെയാണോ മുന്നോട്ട് പോകുന്നത് അതിനേക്കാൾ മികച്ച സാമ്പത്തിക സാമൂഹിക പശ്ചാത്തലം ഒരുക്കി നൽകാൻ റഷ്യയുടെ ഇടപെടൽ അടക്കം ഉണ്ടാകുമെന്നും അത്തരം സഹായങ്ങൾ ഉണ്ടാകുമെന്നുമുള്ള ഉറപ്പാണ് ഇപ്പോൾ ലോകത്തിനൊരു പ്രതീക്ഷ അവശേഷിക്കുന്നത്. KP അഭിലാഷാണ് നമുക്കൊപ്പം വിവരങ്ങളുമായി ചേർന്നത്. അഭിലാഷ തുടരുക. നമുക്കൊപ്പം വിദേശകാര്യ വിദഗ്ധൻ ഡോക്ടർ മോഹൻ വർഗീസ് കൂടി നമുക്കൊപ്പം ഇപ്പോൾ ചേരുകയാണ് തത്സമയം. ഡോക്ടർ മോഹൻ വർഗീസ്, ഗുഡ് മോർണിംഗ്. ലോകം ഒന്നാകെ ഏറെ ആകാംക്ഷയോടെ പ്രതീക്ഷയോടെ ഉറ്റുനോക്കിയ ഒരു ചർച്ചയായിരുന്നു, ഉച്ചകോടിയായിരുന്നു കഴിഞ്ഞ ദിവസം, അതായത് അർദ്ധരാത്രിയോടുകൂടി ഈ വൈറ്റ് ഹൗസിൽ നടന്നത്. പക്ഷേ വമ്പൻ പ്രഖ്യാപനങ്ങളൊന്നും ഉണ്ടായില്ല. നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ ഒരു വെടിനിർത്തൽ കരാറിലേക്കോ ധാരണയിലേക്കോ ഒന്നും കാര്യങ്ങൾ എത്തിയിട്ടില്ല എന്നതാണ് സാഹചര്യം. പക്ഷേ പ്രതീക്ഷ ഇപ്പോഴും ബാക്കി വെക്കേണ്ടതുണ്ടോ? എങ്ങനെയാണ് താങ്കൾ ആ യോഗത്തെ വിലയിരുത്തുന്നത്? ഈ യോഗത്തെ വളരെ പോസിറ്റീവായിട്ട് തന്നെയാണ് വിലയിരുത്താവുന്നത്. കാരണം 3.5 വർഷം നീണ്ടുനിന്ന യുദ്ധം ഒരു ദിവസം വെടിനിർത്തി എന്നതുകൊണ്ട് മാത്രം അവസാനിപ്പിക്കാവുന്ന ഒരു തലത്തിലല്ല എന്നത് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. യഥാർത്ഥത്തിൽ റഷ്യയുടെ ഭാഗത്ത് നിന്ന് യുദ്ധം നിർത്തുന്നതിനുള്ള ഒരു ഇച്ഛാശക്തി കാട്ടിയത് കൊണ്ടാണ് വ്ളാഡിമിർ പുടിൻ അലാസ്കയുടെ മണ്ണിൽ വന്ന് അമേരിക്കൻ പ്രസിഡന്റുമായി സംസാരിച്ചത്. അതിന്റെ ഒരു തുടർച്ച എന്ന നിലയിലാണ് ഇപ്പോൾ ഇതാ യൂറോപ്യൻ നേതാക്കൾ അമേരിക്കയിലുണ്ട്, വാഷിംഗ്ടണിലുണ്ട്. ഉക്രൈനിയൻ പ്രസിഡന്റ് സെലൻസ്കി അദ്ദേഹത്തെ ഒഴിച്ചു നിർത്തിക്കൊണ്ട് എന്ത് ധാരണയിലെത്തിയാലും അത് ശാശ്വതമാകില്ല എന്ന ഒരു പൊതുബോധം. അതുകൊണ്ടാണ് എന്താണ് ഉക്രൈന്റെ സുരക്ഷാ ആവശ്യം, അങ്ങനെയുള്ള ചില ഉറപ്പുകൾക്ക് വേണ്ടിയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് യൂറോപ്യൻ നേതാക്കളെയും സെലൻസ്കിയെയും അമേരിക്കയിലേക്ക് ക്ഷണിച്ചത്. നടന്ന ചർച്ചയിൽ വെടിനിർത്തൽ ധാരണയായില്ല എങ്കിലും വെടിനിർത്തലിലേക്ക് എത്തിച്ചേരാവുന്ന ചില ധാരണകൾ, ചില ഉറപ്പുകൾ, അത് രണ്ടു ഭാഗത്തു നിന്നും ചില ഉറപ്പുകളുണ്ട്. പുടിന്റെ ഭാഗത്തു നിന്ന് കഴിഞ്ഞ ദിവസത്തെ ചർച്ചയിൽ നൽകിയ ഉറപ്പുകൾ ഒരുപക്ഷെ സെലൻസ്കിയുമായി ട്രംപ് വിശദീകരിച്ചിട്ടുണ്ടാവണം. സെലൻസ്കിക്ക് വേണ്ടത് യഥാർത്ഥത്തിൽ നോ ടെറിട്ടോറിയൽ ട്രാൻസ്ഫർ. റഷ്യ ആഗ്രഹിച്ചത് 2 കാര്യങ്ങളാണ്. പുറമെ പറയുന്ന ഒരു കാര്യവും പറയാതെ പറഞ്ഞു വെക്കുന്ന മറ്റൊരു കാര്യം. പുറമെ പറഞ്ഞത് ഉക്രൈനിൽ നിന്നും, പ്രത്യേകിച്ച് നാറ്റോയിലൂടെ റഷ്യ വളരെ വലിയ സുരക്ഷാ ഭീഷണി നേരിടുന്നു, അതുകൊണ്ട് നെറ്റോയിൽ ഉക്രൈന് അംഗത്വം നൽകില്ല എന്ന കാറ്റഗോറിക് തീരുമാനം യൂറോപ്യൻ യൂണിയൻ അല്ലെങ്കിൽ നെറ്റോ സഖ്യകക്ഷികൾ എടുക്കുകയും അമേരിക്ക അത് ഫോർമലായി പ്രസിഡന്റ് പുടിനെ അറിയിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഭാഗികമായി ഉക്രൈൻ അധിനിവേശത്തിനുള്ള ഹേതുവാകുന്ന മൂലകാരണം അവിടെ കണ്ടെത്തി കഴിഞ്ഞു, അത് അവസാനിപ്പിച്ചു കഴിഞ്ഞു. രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത് കൾച്ചറലാണ്. രണ്ടാമത്തെ കൾച്ചറൽ എന്ന് പറയുമ്പോൾ റഷ്യൻ ഭാഷ സംസാരിക്കുന്ന, റഷ്യൻ സംസ്കാരം നിലവിലുള്ള ഏതാനും പ്രദേശങ്ങൾ ഉക്രൈന്റെ കിഴക്കൻ ഭാഗത്തുണ്ട്. അതിൽ ഒന്നാണ് ഡോൺബാസ് മേഖല. അവിടെയുള്ള ഡൊണറ്റ്സ്ക്, ലുഹാൻസ് പ്രവിശ്യകളിൽ ഏറെ റഷ്യൻ വംശജരുണ്ട്. അവർക്ക് ഒരുപക്ഷെ റഷ്യയോടൊപ്പം ചേരാനാണ് താല്പര്യം എന്ന് പുടിൻ ചിന്തിക്കുന്നു. അതുകൊണ്ട് ആ മേഖലയുടെ നിയന്ത്രണം ഇപ്പോൾ റഷ്യ ഏറ്റെടുത്തിരിക്കുന്നു. യുദ്ധത്തിലൂടെ ആ മേഖലയുടെ സിംഹഭാഗവും പിടിച്ചെടുത്തിരിക്കുന്നു. അതോടൊപ്പം തന്നെ സപ്രോഷ്യ എന്ന പ്രദേശം, ഖർസ്കൻ എന്ന പ്രദേശം, ഈ പ്രദേശത്തെയും സിംഹഭാഗങ്ങൾ ഇപ്പോൾ റഷ്യൻ പട്ടാളത്തിന്റെ കൈവശമാണ്. അതിന് പുറമെയാണ് 2014 റഷ്യ കീഴടക്കിയ ക്രൈമിയ പെനിൻസുല. അത് വളരെ തന്ത്രപ്രധാനമായ മേഖലയാണ്. പണ്ട് സ്റ്റാലിനിസ്റ്റ് കാലത്തിന് ശേഷം, അത് ക്രൂഷ്ചേവിന്റെ കാലം വന്നപ്പോൾ റഷ്യ ഉക്രൈന് കൈമാറിയ റഷ്യയുടെ ഭൂമിയായിരുന്നു. അത് തിരിച്ച് വേണം, അത് ഔപചാരികമാക്കണം. തങ്ങൾ പിടിച്ചെടുത്തു എന്നത് ശരിയാണ്, അതിന്റെ നിയന്ത്രണം തങ്ങൾക്കാണെന്നത് ശരിയാണ്. പക്ഷേ അതിന്റെ പൂർണ്ണമായ ഉത്തരവാദിത്വം, അതായത് അത് റഷ്യയുടെ അവിഭാജ്യ ഘടകമായി ഉക്രൈൻ അംഗീകരിക്കണം. ഈ ഒരു ആവശ്യത്തിൽ നിന്നും ഒരു കാരണവശാലും പുടിൻ പിന്നോട്ട് പോവില്ല. അതുപോലെ ഡൊണറ്റ്സ്ക് മേഖല, അവിടെ ചില ഭാഗങ്ങൾ കൈമാറ്റം ചെയ്തുകൊണ്ട് മാത്രമേ
പ്രശ്നപരിഹാരം സാധ്യമാകൂ എന്നതുകൊണ്ടാണ് ഉക്രൈനിയൻ പ്രസിഡന്റ് വൊലോദിമിർ സെലൻസ്കിയെ ഇത് കൺവിൻസ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അതത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ല. കാരണം നെയ്റ്റോയിൽ ഉക്രൈൻ ചേരുന്നില്ല എന്നത് ക്ഷിപ്രസാധ്യമായ കാര്യമാണ്. നെയ്റ്റോ കക്ഷികളായ യൂറോപ്യൻ രാജ്യങ്ങൾ അത് സമ്മതിച്ചാൽ മതിയാകും. അത് മാത്രമല്ല, നെയ്റ്റോയിൽ നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷനിൽ ഏതെങ്കിലും രാജ്യം ചേരണമെങ്കിൽ എല്ലാ രാജ്യങ്ങളും, നെയ്റ്റോയ്ക്ക് 30ഓളം അംഗരാജ്യങ്ങളുണ്ട്, ഇതെല്ലാ അംഗരാജ്യങ്ങളും ഒരുപോലെ സമ്മതിച്ചെങ്കിൽ മാത്രമേ ഉള്ളൂ. അതായത് ഏതെങ്കിലും ഒരു രാജ്യം, അത് അമേരിക്ക ആകട്ടെ വേറെ ഏതെങ്കിലും രാജ്യമാകട്ടെ, അത് വേണ്ട എന്ന് പറഞ്ഞാൽ ഒരു പുതിയ രാജ്യത്തിന് നെയ്റ്റോയിൽ കടന്നു വരാൻ ആവില്ല. അതായത് ചുരുക്കത്തിൽ ഈ ചർച്ചകൾ ഈ ഘട്ടത്തിൽ എത്തി നിൽക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന സൂചന, ഉക്രൈൻ ഒരു കാലത്തും നെയ്റ്റോയിൽ അംഗത്വം പ്രതീക്ഷിക്കേണ്ട. അതായിരുന്നു അടിസ്ഥാന വിഷയം. ആ കാര്യത്തിൽ ഏതാണ്ട് 100% ധാരണ ഇപ്പോൾ തന്നെ എത്തിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. ഉക്രൈൻ അത് ഇൻസിസ്റ്റ് ചെയ്യാനും സാധ്യതയില്ല. രണ്ടാമത്തെ കാര്യം, ഉക്രൈന് ഇനി യുദ്ധം വെടിനിർത്തൽ സംഭവിച്ചാൽ പോലും സെലൻസ്കി പറഞ്ഞൊരു കാര്യം വളരെ ശ്രദ്ധേയമാണ്. ഞങ്ങൾക്ക് വേണ്ടത് വെടിനിർത്തലല്ല, ശാശ്വതമായ സമാധാനമാണ്. ആരാണ് ഈ ശാശ്വത സമാധാനം ഉറപ്പു നൽകുക? അത് ഉറപ്പു നൽകാനുള്ള തീരുമാനമാണ് കഴിഞ്ഞ രാത്രിയിലത്തെ ഉച്ചകോടിയിൽ എടുത്തിട്ടുള്ളത്. ഉക്രൈനെ എന്തു വിധേനയും, ഉക്രൈൻ ആക്രമണ വിധേയമായാൽ നെയ്റ്റോ അംഗത്വം ഇല്ലാതെ തന്നെ എന്തു വിധേനയും യൂറോപ്യൻ രാജ്യങ്ങളും അമേരിക്കയും ചേർന്ന്, നെയ്റ്റോ രാജ്യങ്ങളെല്ലാം ചേർന്ന് സംരക്ഷിക്കും എന്ന കൃത്യമായ ഉറപ്പാണ് സെലൻസ്കിക്ക് കൊടുത്തിരിക്കുന്നത്. അതാണ് സെലൻസ്കി ആ ഉറപ്പുമായിട്ടായിരിക്കണം തിരികെ പോകുന്നത്. ആ ഉറപ്പ് അമേരിക്കയ്ക്ക് മാത്രം നൽകാവുന്നതല്ല. അതുകൊണ്ടാണ് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാമർ, ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണി, ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോൺ, ജർമ്മൻ ചാൻസലർ, അതുപോലെ ഫിൻലൻഡ് ലീഡർഷിപ്പ്, അങ്ങനെ അതായത് യൂറോപ്യൻ രാഷ്ട്ര തലവന്മാരുടെ ഒരു സാന്നിധ്യത്തിന്റെ പ്രാധാന്യം എന്ന് പറയുന്നത് ഈ ഘട്ടത്തിലാണ്. ഈ നേറ്റോ പ്രവേശനവുമായി ബന്ധപ്പെട്ട് യുക്രൈന് നേറ്റോ പ്രവേശനത്തിലേക്ക് കടക്കാൻ കഴിയില്ല. പക്ഷെ അതേസമയം ഭാവിയിലേക്കുള്ള സുരക്ഷ ഉറപ്പ് നൽകാൻ ഈ ലോക രാഷ്ട്ര തലവന്മാർ അത്തരത്തിലൊരു ഉറപ്പ് യുക്രൈന് നൽകി എന്നതാണ് നിലവിലത്തെ സാഹചര്യം, അല്ലേ? അങ്ങനെയാണ് ആര്യ വിശ്വസിക്കേണ്ടത്. കാരണം ഈവൻ പോസ്റ്റ് നെയ്റ്റോ അറേഞ്ച്മെന്റ് അതിലേക്ക് കൂടി ഒരുപക്ഷെ ഇപ്പോൾ ഉക്രൈൻ ചിന്തിക്കുന്നുണ്ടാവും. കാരണം അമേരിക്ക എക്കാലത്തും ഈ ഒരു ബിൽഡപ്പിൽ നിൽക്കണമെന്നില്ല. അമേരിക്ക യൂറോപ്പിൽ നിന്നും ഏറെ മാറിക്കിടക്കുന്ന, അറ്റ്ലാന്റിക്കിന് പടിഞ്ഞാറ് കിടക്കുന്ന മഹാരാജ്യമാണ്. യൂറോപ്പിന്റെ സുരക്ഷ യൂറോപ്യൻ രാജ്യങ്ങൾ നോക്കിയെങ്കിലേ പറ്റൂ. അങ്ങനെയെങ്കിൽ യൂറോപ്പ് ഒരുമിച്ച് നിന്നാൽ, അമേരിക്ക ഇല്ല എങ്കിൽ പോലും നാളെ അമേരിക്കയ്ക്ക് മറ്റൊരു പ്രസിഡന്റ് വരും, ട്രംപിനെ പോലെ മറ്റൊരു സ്വല്പം വ്യത്യസ്തമായി ചിന്തിക്കുന്ന മറ്റൊരു പ്രസിഡന്റ് വരും. യൂറോപ്യൻ രാജ്യങ്ങൾ അമേരിക്ക ഒരു ബാധ്യതയായി കണ്ടുകൊണ്ട് ഒരുപക്ഷെ മാറി നിൽക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോഴും ഉക്രൈന് ഉറപ്പുകൾ ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് യൂറോപ്യൻ രാജ്യങ്ങളുടെ ഉറപ്പ്, ആ ഉറപ്പ് ആത്യന്തികമായി ലഭിക്കേണ്ടതുണ്ട്. അത് യൂറോപ്പിന്റെ തന്നെ സംരക്ഷണത്തിന് ആവശ്യവുമാണ്. കാരണം ഉക്രൈനെ കാണാൻ ഉക്രൈനെ യൂറോപ്യൻ രാജ്യങ്ങളും അമേരിക്കയും എല്ലാം കാണാൻ സാധിക്കുന്നത് മറ്റൊരു രീതിയിലാണ്. അവരുടെ ഒരു സഖ്യകക്ഷി എന്നതിൽ നിന്നും ഒരു ബഫർ സ്റ്റേറ്റ് എന്നതിലേക്കാണ്. ബഫർ സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ റഷ്യക്കും പടിഞ്ഞാറൻ യൂറോപ്പിനും ഇടയിൽ ഒരു കുഷ്യൻ പോലെ, ബഫർ പോലെ, ഷോക്ക് അബ്സോർബർ പോലെ റഷ്യൻ ആക്രമണത്തെ പ്രതിരോധിച്ചു നിർത്താനുള്ള ഒരു നിഷ്പക്ഷ രാജ്യം എന്ന നിലയിൽ ഉക്രൈനെ കാണുന്നതിലേക്ക് എത്തി നിന്നെങ്കിൽ മാത്രമേ യഥാർത്ഥത്തിൽ ഈ ചർച്ച പൂർണ്ണമായി രണ്ടു കൂട്ടർക്കും അനുകൂലമായി വരൂ. കാരണം റഷ്യയുടെ ആവശ്യം അത് തന്നെയാണ്. നിങ്ങൾ പാശ്ചാത്യ ചേരിയിൽ ഉക്രൈനെ നിർത്തിക്കഴിഞ്ഞാൽ വീണ്ടും ഇതേ പ്രശ്നം തന്നെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. വീണ്ടും അധിനിവേശം ഉണ്ടാകാൻ, യുദ്ധമുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇത് ഒഴിവാക്കണമെങ്കിൽ യൂറോപ്യൻ രാജ്യങ്ങളുടെ പെർസെപ്ഷൻ മാറേണ്ടതുണ്ട്. അവർ എക്കാലത്തും കണ്ടതുപോലെ ഉക്രൈനെ നിഷ്പക്ഷ രാജ്യമായി, റഷ്യക്കും യൂറോപ്പിനും ഇടയിലുള്ള ഒരു വരമ്പായി, അതിനായി ഇപ്പോൾ ഈ ട്രഡീഷണലി ഇന്ത്യക്കും ചൈനയ്ക്കും ഇടയിലുള്ള ഒരു നിഷ്പക്ഷ മേഖലയായിരുന്നു ടിബറ്റ് ചൈന പിടിച്ചെടുത്തപ്പോൾ ഇന്ത്യക്ക് സുരക്ഷാ ഭീഷണി വർദ്ധിച്ചു. അതുകൊണ്ട് ഒരു ബഫർ സ്റ്റേറ്റായി ഇംപീരിയൽ ചൈനയ്ക്കും ബ്രിട്ടീഷ് കൊളോണിയൽ ഇന്ത്യക്കും ഇടയിലുള്ള നിഷ്പക്ഷ പ്രദേശമായ ഒരു കിങ്ഡമായിരുന്ന ടിബറ്റൻ മേഖലയെ അന്ന് കണ്ടിരുന്നത് പോലെ ഇപ്പോൾ അതല്ല അവസ്ഥ. അത് മാറിയപ്പോൾ, സ്റ്റേറ്റസ് കോ മാറിയപ്പോൾ ഉണ്ടായ ബുദ്ധിമുട്ടുകൾ നാം കാണുന്നതാണ്. ആ രീതിയിലേക്ക് ഉക്രൈനെ കൊണ്ടുപോകാനാണ് ഒരുപക്ഷെ റഷ്യ ആഗ്രഹിക്കുന്നത്. അതിന് വഴങ്ങിക്കൊടുക്കാൻ യൂറോപ്യൻ രാജ്യങ്ങൾ തയ്യാറാവുകയും ചെയ്യും. അതുകൊണ്ട് തൽക്കാലത്തേക്ക് ഈ സുരക്ഷാ ഉറപ്പുകളുമായിട്ടായിരിക്കണം സെലൻസ്കി തിരികെ പോകുന്നത്. അതുകൊണ്ട് അടുത്ത ഘട്ടത്തിൽ രണ്ട് ചർച്ചകൾ നടക്കേണ്ടതുണ്ട്. ആദ്യം നടക്കേണ്ടത് ഏതാനും ഈ മാസം അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ ഒരു ത്രികക്ഷി ചർച്ചയ്ക്കുള്ള ധാരണ എത്തിക്കഴിഞ്ഞു. അതായത് പുടിൻ, ട്രംപ് ആൻഡ് സെലൻസ്കിയുടെ ഏറ്റവും വലിയ പരിഭവം, തങ്ങളുടെ രാജ്യത്തിന്റെ ഭാവി തീരുമാനിക്കാൻ തങ്ങൾക്ക് പ്രാതിനിധ്യമില്ലാത്ത നിങ്ങൾ വൻ ശക്തികൾ സംസാരിച്ചാൽ എങ്ങനെ ശരിയാവും? ഇനി അങ്ങനെയല്ല, സെലൻസ്കിയുടെ സാന്നിധ്യത്തിൽ
ഉക്രൈനിയൻ ലീഡറിന്റെ സാന്നിധ്യത്തിൽ റഷ്യയും അമേരിക്കയും തമ്മിൽ സംസാരിക്കുന്നു. അതിനുശേഷം ഒരുപക്ഷെ പുടിൻ സെലൻസ്കി ചർച്ചയും ഉണ്ടാവും. ആത്യന്തികമായ ധാരണ അവിടെയാണ് ഉണ്ടാകേണ്ടത്. അതിനുള്ള ഒരു കാറ്റലിസ്റ്റ് എന്ന നിലയിൽ അമേരിക്ക പ്രവർത്തിക്കുമ്പോൾ കാര്യങ്ങൾ ഭംഗിയായി മുന്നോട്ട് പോകും. കാരണം ഒരു തേർഡ് പാർട്ടി മീഡിയേഷൻ എന്നത് ആദ്യഘട്ടത്തിൽ ആവശ്യമാണ്. അതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് ഭംഗിയായി നടക്കുന്നു എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. തീർച്ചയായും. ഡോക്ടർ മോഹൻ വർഗീസ് ആണ് നമുക്കൊപ്പം ചേർന്നത്. ദയവായി തുടരുക ഡോക്ടർ മോഹൻ വർഗീസ്. താങ്കളിലേക്ക് മറ്റൊരു വിഷയവുമായി വീണ്ടും മടങ്ങിയെത്താം. എന്തായാലും ഇപ്പോൾ അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ തന്നെ വമ്പൻ പ്രഖ്യാപനങ്ങൾ ഇല്ലായിരുന്നു എങ്കിൽ പോലും ഒരു പോസിറ്റീവ് നോട്ടിലാണ് ആ ഉച്ചകോടി അവസാനിച്ചത് എന്നതാണ് ലോകത്തെ സംബന്ധിച്ച് ഏറെ ആശ്വാസകരം. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട ഇന്റർനാഷണൽ വാർത്തയിലേക്ക് നമ്മൾ കടന്നാൽ, ഗാസയിലെ യുദ്ധം രൂക്ഷമായിരിക്കെ ഹമാസ് വെടിനിർത്തലിനുള്ള കരാർ ഭേദഗതികൾ ഇല്ലാതെ അംഗീകരിച്ചതായി സൂചന. 60 ദിവസ വെടിനിർത്തലിനും ഹമാസ് തടവിലാക്കിയ 10 ഇസ്രയേലി ബന്ധികളെ 2 തവണയായി മോചിപ്പിക്കുന്നതിനുമുള്ള നിർദ്ദേശമാണ് പുതിയ കരാറിൽ ഉള്ളത്. ഇതോടെ കഴിഞ്ഞ 22 മാസത്തിലേറെയായി മേഖലയിൽ തുടരുന്ന യുദ്ധത്തിന് വിരാമമായേക്കുമെന്നാണ് സൂചന. എന്നാൽ ഇക്കാര്യത്തിൽ ഇസ്രയേൽ പ്രതികരിച്ചിട്ടില്ല. KP അഭിലാഷ് കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ്. വീണ്ടും KP, ഹമാസിന്റെ പ്രതികരണം ആശാവഹമാണെങ്കിലും ഇസ്രയേൽ ഇതുവരെയും പ്രതികരിച്ചിട്ടില്ല എന്നത് ആശങ്ക ബാക്കിയാക്കുകയാണോ? തീർച്ചയായും മധ്യസ്ഥ രാഷ്ട്രങ്ങൾ ഒന്നടങ്കം ഇപ്പോൾ ഉറ്റുനോക്കുന്നത് ഇപ്പോഴത്തെ ഈ വെടിനിർത്തൽ ധാരണയിന്മേൽ ഇനി ബെഞ്ചമിൻ നെതന്യാഹു എന്ത് തീരുമാനം എടുക്കും എന്നുള്ളത് തന്നെയാണ്. നിലവിൽ ഹമാസ് 60 ദിവസത്തെ വെടിനിർത്തൽ ധാരണയിലേക്ക് എത്തിയിട്ടുണ്ട് എന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത് അന്താരാഷ്ട്ര വാർത്താ ഏജൻസിയായ AFP ആണ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഹമാസിൻ്റെ പേര് വെളിപ്പെടുത്താത്ത പ്രതിനിധികളെ ഉദ്ധരിച്ചുകൊണ്ടാണ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നത്. ഖത്തറിൻ്റെയും ഈജിപ്തിൻ്റെയും നേതൃത്വത്തിൽ നടന്നിട്ടുള്ള മധ്യസ്ഥ ശ്രമങ്ങളുടെ ഭാഗമായിട്ടാണ് ഇപ്പോൾ 60 ദിവസത്തെ താൽക്കാലിക വെടിനിർത്തലിന് ഹമാസ് തയ്യാറാകുന്നത് എന്നതാണ് അറിയാൻ സാധിക്കുന്നത്. ഒപ്പം ഈ വെടിനിർത്തൽ കാലയളവിൽ തന്നെ 2 ഘട്ടങ്ങളായിട്ട് ഇസ്രായേലിൻ്റെ ബന്ദികളെ, അതായത് ഈ യുദ്ധത്തിൻ്റെ ഭാഗമായി ഹമാസ് ബന്ദികളാക്കിയിട്ടുള്ള ഇസ്രായേൽ പൗരന്മാരെ വിട്ടയക്കുമെന്നും ഒപ്പം ഈ ഇസ്രായേൽ ബന്ദിയാക്കിയ സമയത്ത് മരണപ്പെട്ട 18 പേരുടെ ഭൗതിക ശരീരങ്ങൾ ഇസ്രായേലിന് കൈമാറാൻ ഹമാസ് ഒരുക്കമാണ് എന്നതാണ് അറിയാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ ചില ഫോർമുലകളും നിർദ്ദേശങ്ങളും ഒക്കെ ഇപ്പോൾ മുന്നോട്ട് വരുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്നത് ഹമാസിൻ്റെ ആയുധങ്ങൾ ഈ ആയുധങ്ങൾ വെച്ച് കീഴടങ്ങുക എന്ന ഒരാവശ്യമാണ് ഇസ്രായേൽ മുന്നോട്ട് വയ്ക്കുന്നത്. പക്ഷേ അങ്ങനെ ആയുധങ്ങൾ വെച്ച് കീഴടങ്ങുക എന്നതിന് പകരം ഹമാസിൻ്റെ ആയുധങ്ങൾ ഒരു അന്താരാഷ്ട്ര ഏജൻസിയുടെ നിരീക്ഷണത്തിന് കീഴിൽ കൊണ്ടുവരിക, അവിടെ സുരക്ഷിതമായി അത് മുന്നോട്ട് കൊണ്ടുപോവുക. അതായത് ഈ ആയുധങ്ങൾക്ക് നാശനഷ്ടമൊന്നും വരുത്താൻ പോകുന്നില്ല, മറിച്ച് ഈ ആയുധങ്ങൾ പ്രയോഗിക്കുന്നത് ഇല്ലാതാക്കുക അതിലൂടെ എന്ന ഒരു നിർദ്ദേശം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഒപ്പം ഈ കാലയളവിൽ ഏതെങ്കിലും തരത്തിലുള്ള അസ്വാരസ്യങ്ങൾ ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടി അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യത്തിൻ്റെ ഒരു ഇടപെടലും അങ്ങനെ ഒരു മധ്യസ്ഥതയും ഉറപ്പ് നൽകുക എന്ന നിർദ്ദേശം അടക്കം ഇപ്പോൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട് എന്നും ഇതെല്ലാം തത്വത്തിൽ ഹമാസ് അംഗീകരിച്ചു എന്നുള്ളതുമാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. എന്നാൽ ഔദ്യോഗികമായി നമുക്ക് ഇപ്പോഴും ഇക്കാര്യം സ്ഥിരീകരിക്കാൻ സാധിക്കില്ല. അതോടൊപ്പം തന്നെ ഐക്യരാഷ്ട്രസഭയുടെ മേൽനോട്ടത്തിൽ ഗസയിൽ അറബ് സേനയെ വിന്യസിക്കണം എന്ന ആവശ്യം എന്നൊരു നിർദ്ദേശം മുന്നോട്ട് വയ്ക്കുമ്പോൾ അത് ഹമാസ് അംഗീകരിച്ചിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. പക്ഷേ ഹമാസ് ഇപ്പോൾ ഇതെല്ലാം അംഗീകരിക്കുമ്പോഴും ഇസ്രായേലിന്റെ പ്രതികരണം എന്താകും എന്നത് തന്നെയാണ് ലോകരാഷ്ട്രങ്ങളും ഉറ്റുനോക്കുന്നത്. തീർച്ചയായും. KP അഭിലാഷാണ് വിവരങ്ങൾ പങ്കുവച്ചത്. ഡോക്ടർ മോഹൻ വർഗീസ് നമുക്കൊപ്പം തുടരുന്നുണ്ട്. ഡോക്ടർ മോഹൻ വർഗീസ്, ഉപാധികളൊന്നുമില്ലാതെ ഈ കരാർ അംഗീകരിക്കാൻ ഹമാസ് തയ്യാറായ ഘട്ടത്തിലും ഇസ്രായേൽ എന്തുകൊണ്ടായിരിക്കും ഈ ഈജിപ്തും ഖത്തറും മുന്നോട്ട് വെച്ച ഈ നിർദ്ദേശങ്ങളോട് മുഖം തിരിച്ചു നിൽക്കുന്നത്? ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് പ്രതികരണങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്നത് വാസ്തവമാണ്. കാരണം ഇസ്രായേലിന്റെ ഒരു ഘടന അനുസരിച്ച് ഇസ്രായേലിന്റെ ഇപ്പോഴത്തെ ഭരണകൂടം അത് താങ്ങി നിർത്തുന്നത് വലതുപക്ഷ തീവ്രശക്തികളാണ്. ആ ശക്തികളെ സമന്വയിപ്പിക്കേണ്ട അല്ലെങ്കിൽ സമാധാനിപ്പിക്കേണ്ട ഒരു ചുമതല ഇസ്രായേൽ നേതൃത്വത്തിനുണ്ട്. അതുകൊണ്ടായിരിക്കണം ഒരുപക്ഷെ പെട്ടെന്നൊരു തീരുമാനമെടുത്ത് മുന്നോട്ട് പോകാനാവില്ല. കാരണം ഇസ്രായേലിന്റെ മന്ത്രിസഭ കഴിഞ്ഞ ആഴ്ച കൂടി പ്രത്യേകിച്ച് ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ താല്പര്യപ്രകാരം ഗാസ പൂർണ്ണമായി ആക്രമിച്ച് കീഴടക്കുകയും ഗാസയിൽ അവശേഷിക്കുന്ന ഹമാസിന്റെ ശക്തി കേന്ദ്രങ്ങൾ ഉന്മൂലനം ചെയ്യുകയും ഹമാസിനെ പൂർണ്ണമായി ഭൂമുഖത്തു നിന്ന് തുടച്ചു നിൽക്കുകയും ഹമാസിന്റെ പ്രഹരശേഷി ഒരു രീതിയിലും വീണ്ടും ഇതുപോലെയുള്ള ഇസ്രായേലിനെതിരെയുള്ള സുരക്ഷാ ഭീഷണി ആവർത്തിക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യുക എന്ന തീരുമാനത്തിലായിരുന്നു ഇസ്രായേൽ. ആ തീരുമാനം പെട്ടെന്നുണ്ടാകുന്ന ഒരു പുതിയ നിർദ്ദേശം വെടിനിർത്തൽ അല്ലെങ്കിൽ സമാധാന ശ്രമത്താൽ അത് തകരുന്നതിനോട് ഒരു വിഭാഗം ഇസ്രായേലിലെ രാഷ്ട്രീയക്കാർക്ക് താല്പര്യമില്ല. അതുകൊണ്ടാവും ഇസ്രായേൽ പെട്ടെന്ന് പ്രതികരിക്കാത്തത്. പക്ഷെ വളരെ ക്രിയാത്മകമായ ഒരു നിർദ്ദേശം തന്നെയാണ് അറബി
മധ്യസ്ഥരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത്. കാരണം തീർച്ചയായും ഈജിപ്തും ഖത്തറും എല്ലാം വളരെ വലിയ കാലമായി, കാരണം ഏതാണ്ട് 2 വർഷത്തോളമായി തുടരുന്ന യുദ്ധമാണ്. 22 മാസം കഴിഞ്ഞിരിക്കുന്നു. 65,000 പേരുടെ മരണം ഗാസയിൽ രേഖപ്പെടുത്തപ്പെട്ടു. 1,00,000-ലധികം പേർ അംഗഭംഗം വന്നിരിക്കുന്നു. ഏതാണ്ട് 90% ആളുകളും 90%-ലധികം കെട്ടിടങ്ങളും പെരിഷ് ചെയ്തിരിക്കുന്നു, അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ അത് പൂർണ്ണമായി ഡീഫങ്ക്റ്റ് ആയി മാറിയിരിക്കുന്നു. 90% ആളുകളും ഡിസ്പ്ലേസ്ഡ് ആണ്. ആ ഒരു അവസരത്തിൽ ഇനിയിപ്പം മറ്റൊന്നും തന്നെ ചെയ്യേണ്ടതില്ല. അത് ഇനിയിപ്പം ഹമാസിന്റെ ഒരു നിയന്ത്രണത്തിൽ, പൂർണ്ണമായി ഹമാസിന്റെ നിയന്ത്രണത്തിൽ പഴയതുപോലെ ഗാസയ്ക്ക് പ്രവർത്തിക്കാനാവില്ല എന്ന ഒരു ചിന്ത അറബ് രാജ്യങ്ങൾക്കുണ്ട്. അങ്ങനെയെങ്കിൽ ഏത് രൂപത്തിലാണ് ഹമാസിനെ നിർവീര്യമാക്കുക? അവരുടെ കൈവശമുള്ള പ്രഹരശേഷിയുള്ള ആയുധങ്ങൾ, ഇപ്പോൾ ഇറാനിൽ നിന്നും കാര്യമായ ആയുധങ്ങൾ വരുന്നില്ല. ഇറാനിൽ നിന്നും മുൻകാലങ്ങളിൽ എത്തിച്ചേർന്ന ആയുധങ്ങൾ അവർ തന്നെ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്തത്. ആ ആയുധങ്ങൾക്ക് എന്താണ് സംഭവിക്കുന്നത്? അവിടെയുള്ള വലിയ തുരങ്കങ്ങൾ, ആ തുരങ്കങ്ങളിലുള്ള സംവിധാനങ്ങൾ, അതിനെന്താണ് സംഭവിക്കേണ്ടത്? ഇത് വളരെ വലിയ പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് നിർവീര്യമാക്കുക, ആയുധങ്ങൾ ഒരു അറബി സേനയെ ഏൽപ്പിക്കുകയും അവ പൂർണ്ണമായി ഉപയോഗിക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യണമെങ്കിൽ അവിടെ ഒരു നിഷ്പക്ഷ സേനാ സാന്നിധ്യം ഉണ്ടാവണം. അതിനെക്കുറിച്ചാവും ഒരുപക്ഷെ ഇനിയുള്ള നാളുകളിലുള്ള ഫർദർ ചർച്ചകൾ അതേക്കുറിച്ചാകും. കാരണം ഇസ്രായേൽ ഒരു പച്ചക്കൊടി കാട്ടിയെങ്കിൽ മാത്രമേ നെഗോഷിയേറ്റിംഗ് ടേബിളിലേക്ക് ഇസ്രായേൽ വരൂ. നെഗോഷിയേറ്റിംഗ് ടേബിളിലേക്ക് ഇസ്രായേൽ വരാത്തത്തോളം കാലം ഇത് ഒരു നിർദ്ദേശം മാത്രമാണ്. ആ നിർദ്ദേശത്തിന് തത്വത്തിൽ ഒരുപക്ഷെ ഇസ്രായേൽ അംഗീകാരം നൽകിയാലും കൂടുതൽ ചർച്ചകളിലൂടെ മാത്രമേ അത് തീരുമാനിക്കാനാവൂ. അത് മാത്രമല്ല, പോസ്റ്റ് വാർ ഗാസയുടെ രാഷ്ട്രീയ നിയന്ത്രണം ആരായിരിക്കും? ഹമാസിനെ ഒരു രീതിയിലും ഇസ്രായേൽ അംഗീകരിക്കും എന്ന് കരുതാനാവില്ല ഈ ഘട്ടത്തിൽ. അതുകൊണ്ട് ഹമാസ് അല്ല എങ്കിൽ ഏത് തരത്തിലുള്ള ഒരു ഭരണകൂടമായിരിക്കണം ഗാസയിൽ നിലവിൽ വരിക? അപ്പൊ ഗാസയുടെ പുനരുജ്ജീവനം അല്ലെങ്കിൽ പുനരുദ്ധാനം അല്ലെങ്കിൽ റീകൺസ്ട്രക്ഷൻ ഓഫ് ഗാസ ഏത് രൂപത്തിലാണ് ഉണ്ടാകേണ്ടത്? ഇതേക്കുറിച്ചും ധാരണകൾ ഉണ്ടാകണം. അതുകൊണ്ട് തൽക്കാലം ഉണ്ടായി എന്ന് കരുതപ്പെടുന്ന മാത്രമേ ഉള്ളൂ, ഉണ്ടായി എന്ന് കരുതപ്പെടുന്ന ഈ ഒരു നിർദ്ദേശം, വെടിനിർത്തൽ നിർദ്ദേശം, 60 ദിവസത്തേക്കുള്ള സമാധാനം, അത് ബന്ദികളെ കൈമാറ്റം ചെയ്യുന്നതിലേക്കും, 20 ബന്ദികളാണ് ജീവനോടെയുള്ളതായി കരുതപ്പെടുന്നത്. 250 ബന്ദികളെയാണ് ഹമാസ് ഇസ്രായേലിൽ നിന്ന് തട്ടിക്കൊണ്ടുവന്നത്. അതിൽ 2 ഘട്ടങ്ങളായി വെടിനിർത്തൽ സംഭവിച്ചപ്പോൾ ആദ്യ ഘട്ടത്തിൽ യുദ്ധം തുടങ്ങിയ ഒക്ടോബർ 2023 ചെറിയ തോതിലുള്ള ബന്ദികളെ വിട്ടയക്കുന്ന ഒരു ചെറിയ വെടിനിർത്തലുണ്ടായി. അതിനുശേഷം കഴിഞ്ഞ വർഷം ഉണ്ടായ ഒരു ദീർഘമായ വെടിനിർത്തൽ. അപ്പോഴെല്ലാം തന്നെ വെടിനിർത്തൽ ലംഘിക്കപ്പെട്ടത് പരസ്പരമുള്ള വിശ്വാസക്കുറവ് മൂലമാണ്. അതുകൊണ്ട് കോൺഫിഡൻസ് ബിൽഡിംഗ് മെഷേഴ്സ് ആവും ഈ 60 ദിവസത്തിനുള്ളിൽ സംഭവിക്കുക. ഈ 60 ദിവസം വെടിനിർത്തൽ തുടരണമെന്നുമില്ല. അതിന് മുൻപ് തന്നെ ചിലപ്പോൾ ആക്രമണം പുനരുജ്ജീവിപ്പിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ ഒരു കാലത്ത് രണ്ട് ബാച്ചുകളായി 20 പേരെ ഉള്ളൂ എങ്കിൽ 10 പേരെ വീതം വിട്ടയക്കുകയും പൂർണ്ണമായി അതിനോടൊപ്പം തന്നെ ഇസ്രായേലിന്റെ തടവിലുള്ള ഹമാസിന്റെ അല്ലെങ്കിൽ പലസ്തീൻ ആളുകളെ വിട്ടയക്കേണ്ട ഒരു ബാധ്യതയുമുണ്ട്. അതിന്റെ എണ്ണത്തെക്കുറിച്ച് ധാരണ ഉണ്ടാകണം, അതിന്റെ രീതിശാസ്ത്രത്തെക്കുറിച്ച് ധാരണ ഉണ്ടാകണം. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഇസ്രായേലിന് വലിയ അലോസരം ഉണ്ടാകുന്ന രീതിയിൽ വളരെ ആഘോഷമായിട്ടാണ് ബന്ദികളെ വലിയ രീതിയിൽ മുഖംമൂടി അണിഞ്ഞ പലസ്തീൻ ഹമാസ് പ്രവർത്തകർ വളരെ ആഹ്ലാദചിത്തരായി നിന്നുകൊണ്ട് ആ ഒരു ഓപ്റ്റിക്സ് എന്ന് പറയുന്നത് ഇസ്രായേലിന്റെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അലോസരം ഉണ്ടാക്കുന്നതാണ്. ഇപ്പോൾ ഇസ്രായേലിൽ ഒരു ചിന്ത ഉരുത്തിരിഞ്ഞു വരുന്നുണ്ട്, ചില ഭാഗത്തെങ്കിലും ബന്ദികളെ വിട്ടുകിട്ടേണ്ടത് ആവശ്യമാണ് എങ്കിൽ പോലും ഏതാണ്ട് ഗാസ പൂർണ്ണമായി പിടിച്ചെടുക്കണം എന്ന് ചിന്തിക്കുന്ന ഒരു വിഭാഗം ഇസ്രായേലിലുണ്ട്. ഗാസ പൂർണ്ണമായി പിടിച്ചെടുക്കുകയും ഇസ്രായേലുമായി ഇന്റഗ്രേറ്റ് ചെയ്യുകയും അത് പൂർണ്ണമായി വ്യത്യസ്തമായി തങ്ങൾക്ക് അനുകൂലമാകുന്ന രീതിയിൽ റീകൺസ്ട്രക്ട് ചെയ്യുക എന്നൊരു ചിന്ത ഇസ്രായേലിന്റെ ഭാഗത്തുണ്ട്. കാരണം അല്ല എങ്കിൽ നാളുകളിലും ഇതേ പ്രശ്നം വീണ്ടും ആവർത്തിക്കാനുള്ള സാധ്യത ഇസ്രായേൽ തള്ളിക്കളയുന്നില്ല. അതുകൊണ്ട് ഇസ്രായേലിന്റെ മന്ത്രിസഭ അംഗീകാരം നൽകേണ്ട ഒരു ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് നീണ്ടുപോകുന്നത് എന്നാണ് എന്റെ അഭിപ്രായം. തീർച്ചയായും. ഡോക്ടർ മോഹൻ വർഗീസ് ആണ് കൂടുതൽ വിശകലനവുമായി നമുക്കൊപ്പം ചേർന്നത്. നമ്മൾ മറ്റ് പ്രധാനപ്പെട്ട വാർത്തകളിലേക്ക് കൂടി കടക്കുകയാണെങ്കിൽ ഇന്ത്യ സഖ്യത്തിന്റെ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥിയെ ഇന്നറിയാം. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെയുടെ വസതിയിൽ ചേരുന്ന യോഗത്തിന് ശേഷമാകും സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുക. ഇന്നലെ പ്രമുഖ നേതാക്കൾ നടത്തിയ ചർച്ചയിൽ നിരവധി പേരുകൾ ചർച്ചയായി. MG മിഥുൻ കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ്. മിഥുൻ, വെരി ഗുഡ് മോർണിംഗ്. നമുക്കറിയാം NDAയുടെ സ്ഥാനാർത്ഥി തമിഴ്നാട്ടിൽ നിന്ന്
കേന്ദ്രീകരിക്കുമ്പോൾ CP രാധാകൃഷ്ണൻ എന്നുള്ള ഒരു പേരിലേക്ക് എത്തുമ്പോൾ അത് BJPയെ സംബന്ധിച്ച് രാഷ്ട്രീയമായി പല ലക്ഷ്യങ്ങളും അവർ മുന്നോട്ട് വെച്ചുകൊണ്ടാണ് ആ പേരിലേക്ക് എത്തിയത് എന്നുള്ളത്. അപ്പോൾ അതേ പാതയിൽ തന്നെ ആയിരിക്കുമോ ഇന്ത്യ സഖ്യത്തിന്റെ സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് ആലോചനയിലേക്ക് കാര്യങ്ങൾ എത്തുമ്പോൾ അത്തരത്തിൽ ഒരു പേരിലേക്ക് തന്നെ ആയിരിക്കുമോ ഇന്ത്യ സഖ്യവും കടക്കുക? ആര്യ, അങ്ങനെ കുറച്ച് ധാരണകളുണ്ട് എന്നുള്ളത് തന്നെയാണ്. കാരണം കഴിഞ്ഞ ദിവസം മല്ലികാർജ്ജുൻ ഖാർഗെയുടെ നേതൃത്വത്തിൽ ഈ ഇന്ത്യ സഖ്യത്തിന്റെ യോഗം ചേർന്നപ്പോൾ ഒരു ധാരണയിലേക്ക് എത്താൻ സാധിച്ചില്ലായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അന്തിമ തീരുമാനമാക്കുന്നതിനായി ഇന്ന് ഉച്ചയ്ക്ക് ശേഷം വീണ്ടും യോഗം ചേരുന്നത്. ഇന്ത്യ സഖ്യത്തിലെ എല്ലാ പ്രധാനപ്പെട്ട നേതാക്കളും ഈ യോഗത്തിൽ പങ്കെടുക്കുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. മമതാ ബാനർജി ഉൾപ്പെടെയുള്ള നേതാക്കൾ ഈ യോഗത്തിൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കപ്പെടുകയും ചെയ്യുന്നു. അതിൽ DMK മുന്നോട്ട് വെച്ചിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. അതായത് CP രാധാകൃഷ്ണൻ തമിഴ്നാട്ടിൽ നിന്നായതുകൊണ്ട് തന്നെ NDയുടെ മിഷൻ സൗത്ത് എന്ന രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോവുകയും ചെയ്യും. 2026-ൽ കേരളത്തോടൊപ്പം തന്നെ തമിഴ്നാട്ടിലും ഇലക്ഷൻ നടക്കാൻ പോകുന്നതാണ്. അതുകൊണ്ട് തന്നെ അത് മുന്നിൽ കണ്ടുകൊണ്ടുള്ള നീക്കം ആണ് BJPയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ DMK അല്ലെങ്കിൽ തമിഴ്നാട്ടിൽ നിന്നുള്ള ഒരു സ്ഥാനാർത്ഥിയെ തന്നെ ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായി സ്ഥാനാർത്ഥിയായി മുന്നോട്ട് വെക്കണം എന്നുള്ളൊരു നിർദ്ദേശമാണ് DMK നിർദ്ദേശിക്കുന്നത്. അതിന് ഒരു പക്ഷേ ഒരു പച്ചക്കൊടി കാട്ടാനുള്ള ഒരു ധാരണയിലേക്ക് യോഗം എത്തുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കപ്പെടാം. അതിൽ ചില പേരുകൾ കൂടി ഉയർന്നു വരുന്നുണ്ട്. അതായത് മയിൽസ്വാമി അണ്ണാദുരൈ മുൻ ISRO ശാസ്ത്രജ്ഞനാണ്. അദ്ദേഹത്തിന്റെ പേരാണ് പ്രധാനമായും പറഞ്ഞു കേൾക്കുന്നത്. മറ്റൊരു പേര് DMKയുടെ MP കൂടിയായിട്ടുള്ള തിരുച്ചി ശിവയുടെ പേരാണ്. ഈ രണ്ട് പേരുകളാണ് സജീവമായി പരിഗണനയിലുള്ളത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മറ്റൊന്ന് തുഷാർ ഗാന്ധിയുടെ പേര് പറഞ്ഞു കേൾക്കുന്നുണ്ട്. മറ്റൊന്ന് TMCയുടെ സ്ഥാനാർത്ഥിയെ വേണമെന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ട് എന്നുള്ളതാണ്. അതായത് മമതയുടെ തീരുമാനം അത് വളരെ നിർണായകമാകും ഈ യോഗത്തിൽ എന്നുള്ളത് തന്നെയാണ്. മമതയെ അനുനയിപ്പിച്ചുകൊണ്ടും വേണം മറ്റൊരു സ്ഥാനാർത്ഥിയിലേക്ക് അല്ലെങ്കിൽ ഒരൊറ്റ പേരിലേക്ക് എത്താനുള്ളത് എന്നുള്ളതാണ് ഏറെ ആശങ്ക ഉയർത്തുന്നത്. മറ്റൊന്ന്, ഇപ്പോൾ ബീഹാറിൽ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ്. ബീഹാറിൽ നിന്നൊരു സ്ഥാനാർത്ഥിയാകട്ടെ എന്നുള്ളൊരു ഏകണ്ഠേന സ്ഥാനാർത്ഥിയാകട്ടെ എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് യോഗം എത്തിച്ചേരാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാനാകില്ല എന്നുള്ളത് തന്നെയാണ്. നേരത്തെ തന്നെ ഒരു ധാരണയിലേക്ക് എത്തിയത് ഒരു രാഷ്ട്രീയക്കാരൻ എന്ന ലേബൽ വേണ്ട, മറ്റൊരാൾ മതി സ്ഥാനാർത്ഥിയാകുന്ന തരത്തിലേക്ക് എന്നുള്ളൊരു ചർച്ചകളായിരുന്നു ആദ്യം ചൂടുപിടിച്ചതെങ്കിൽ ഇപ്പോൾ മറ്റു പേരുകൾ കൂടി ചർച്ചയുടെ ഭാഗമായി വരുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും ഒടുവിൽ ലഭ്യമാകുന്ന വിവരം. അതായത് കഴിഞ്ഞ ദിവസങ്ങളിൽ CP രാധാകൃഷ്ണന്റെ പേര് പ്രഖ്യാപിച്ചതിന് ശേഷം കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഇന്ത്യ സഖ്യത്തിലെ പ്രധാനപ്പെട്ട നേതാക്കളുമായി സംസാരിച്ചിരുന്നു. മല്ലികാർജ്ജുൻ ഖാർഗെയുമായും ഒപ്പം തന്നെ MK സ്റ്റാലിനും ഒക്കെയായി അദ്ദേഹം സംസാരിക്കുകയും ഫോണിൽ സംസാരിക്കുകയും ഒപ്പം തന്നെ പിന്തുണ ഉറപ്പാക്കണം, ഏകകണ്ഠേനമായി ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിനോട് സഹകരിക്കണം എന്നുള്ള അഭ്യർത്ഥനയൊക്കെ അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിരുന്നു. പക്ഷേ ഒരു രാഷ്ട്രീയമാണ്, രാഷ്ട്രീയ പോരാട്ടം നടക്കട്ടെ, ഒരു ഇലക്ഷനിലൂടെ ഒരു തെരഞ്ഞെടുപ്പിലൂടെ ഒരു സ്ഥാനാർത്ഥിയെ ഒരു ഉപരാഷ്ട്രപതിയെ കണ്ടെത്തട്ടെ എന്നുള്ളൊരു നിലപാടിലാണ് ഇന്ത്യ സഖ്യമുള്ളത്. അതുകൊണ്ട് തന്നെ സ്ഥാനാർത്ഥിയെ ഇന്ന് തന്നെ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതാരാണ് എന്നുള്ള ചോദ്യമാണ്. പേരുകൾ പറഞ്ഞു കേൾക്കുന്നുണ്ട്, അതിൽ ആരാണ് എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത്. തീർച്ചയായും എന്തായാലും ഇന്ത്യ സഖ്യത്തിന്റെ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥി ആര് എന്നുള്ളത് ഇന്ന് ഉച്ചയോടുകൂടി നമുക്ക് അറിയാൻ സാധിക്കും എന്നതാണ്. രാഹുൽ ഗാന്ധി നയിക്കുന്ന വോട്ടർ അധികാർ യാത്ര 3-ാം ദിവസത്തിൽ വസിർഗഞ്ചിലെ പുനാമയിൽ നിന്നാണ് ഇന്നത്തെ പര്യടനം ആരംഭിക്കുക. അതേസമയം SIR-ൽ ചർച്ച ആവശ്യപ്പെട്ട് പ്രതിപക്ഷം പാർലമെന്റിന്റെ ഇരുസഭകളിലും ഇന്നും പ്രതിഷേധിക്കും. ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ജ്ഞാനേഷ് കുമാറിനെതിരെ ഇംപീച്ച്മെന്റ് നോട്ടീസ് നൽകുന്ന വിഷയത്തിലും ഇന്ന് തുടർ ചർച്ച നടക്കും. MG മിഥുൻ കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം തുടരുകയാണ്. മിഥുൻ, ഈ ഇംപീച്ച്മെന്റ് നടപടിയിലേക്ക് തന്നെ നീങ്ങാനല്ലേ ഇന്ത്യ സഖ്യം ആലോചിക്കുന്നത്, പ്രതിപക്ഷം ആലോചിക്കുന്നത്? ആ നീക്കവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഏത് തരത്തിലാണ് പുരോഗമിക്കുന്നത്? ആര്യ, വോട്ട് ചോരിയുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്കെതിരെ കൂടുതൽ നടപടി ശക്തമാക്കാനുള്ള തീരുമാനത്തിലേക്ക് തന്നെയാണ് ഇന്ത്യ സഖ്യം പോകുന്നത് എന്നുള്ളത് തന്നെയാണ്. അതിന്റെ ഭാഗമായാണ് ഇംപീച്ച് ചെയ്യാനുള്ള നടപടിയിലേക്ക് പോകാനുള്ള ഒരു തീരുമാനം ഇന്ത്യ സഖ്യം കൈക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമായി ഇന്ന് ഒപ്പുശേഖരണം അടക്കം ഏറ്റവും കൂടുതൽ ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഒപ്പുശേഖരണം അടക്കം നടക്കുകയും ചെയ്യും. അതിന് പിന്നാലെ രാജ്യസഭയിലും ഒപ്പം തന്നെ പാർലമെന്റിലെ ലോക്സഭയിലും ഇത്തരത്തിൽ നോട്ടീസ് നൽകാനൊരു തീരുമാനത്തിലേക്കാണ് എത്താൻ പോകുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് ഈ 2 ദിവസം കൂടി മാത്രമേ ബാക്കിയുള്ളൂ പാർലമെന്റ് സമ്മേളനം അവസാനിക്കാൻ. ഈ 2 ദിവസവും ഒരു വിട്ടുവീഴ്ചയില്ലാതെ ഈ വിഷയത്തിൽ SIR-ലും ഒപ്പം തന്നെ വോട്ട് ചോരി വിഷയത്തിലും വലിയ രീതിയിലുള്ള പ്രതിഷേധം കടുപ്പിക്കാൻ തന്നെയാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം. കഴിഞ്ഞ ദിവസവും സമാനമായ സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. ഇന്നും ഈ പാർലമെന്റ് ഇരുസഭകളിലും ഇത് ചർച്ചയ്ക്കെടുക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് നോട്ടീസ് നൽകുകയും ചെയ്യും. അതിൽ വലിയ പ്രതിഷേധം നടത്താൻ തന്നെയാണ് ഇന്ത്യ സഖ്യത്തിന്റെ തീരുമാനം. ആദ്യം പാർലമെന്റ് തുടങ്ങുന്നതിന് മുമ്പ് ഇന്ത്യ സഖ്യത്തിന്റെ യോഗം ചേരും, ഇക്കാര്യത്തിൽ ഒരു ധാരണയിലേക്ക് എത്തും. അതിനുശേഷം പാർലമെന്റ് കവാടത്തിന് മുന്നിൽ എല്ലാ ദിവസവും
ദിവസത്തെയും പോലെ വലിയ പ്രതിഷേധത്തിന് സാക്ഷ്യം വഹിക്കും. പിന്നാലെയാണ് പാർലമെന്റിനകത്ത് കയറി നടുത്തളത്തിലിറങ്ങിയുള്ള പ്രതിഷേധത്തിലേക്ക് പോവുക. മറ്റൊന്ന്, രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള വോട്ടറാധികാർ യാത്ര അത് പുരോഗമിക്കുകയാണ്. ഇപ്പോൾ മൂന്നാം ദിവസത്തിലേക്ക് കടന്നിരിക്കുന്നു. അത് വലിയ ജനപിന്തുണ തന്നെയാണ് ഈ രാഹുൽ ഗാന്ധിയും ഒപ്പം തന്നെ തേജസ്വി യാദവും കൂടി നയിക്കുന്ന ഈ യാത്രയ്ക്ക് ബീഹാറിലുടനീളം ലഭിക്കുന്നത്. നഗരവീഥികളിലും ഒപ്പം തന്നെ ഗ്രാമാന്തര പ്രദേശങ്ങളിലും ഒക്കെ തന്നെ സമാനമായ കാഴ്ചയാണ് കാണാൻ സാധിക്കുകയും ചെയ്യുന്നത്. അത്തരത്തിൽ ഓരോ വോട്ടർമാരെയും നേരിൽ കണ്ടുകൊണ്ട് ഈ വിഷയം വലിയ ചർച്ചയാക്കുക എന്നുള്ള ലക്ഷ്യം തന്നെയാണ്. അങ്ങനെ ബീഹാർ കേന്ദ്രീകരിച്ചും ഒപ്പം തന്നെ ഡൽഹി കേന്ദ്രീകരിച്ചും വലിയ വ്യാപകമായിട്ടുള്ള പ്രതിഷേധത്തിനും ഒപ്പം തന്നെ ശക്തമായ നീക്കത്തിനുമാണ് ഇപ്പോൾ പ്രതിപക്ഷം നീക്കം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ വിഷയം ബീഹാർ തെരഞ്ഞെടുപ്പ് വരെ മുൻനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോവുക എന്നുള്ളത് തന്നെയാണ്. മറ്റൊന്ന്, ഇതുവരെയും പ്രതിപക്ഷം ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ ഇതുവരെയും കൃത്യമായ രീതിയിലുള്ള മറുപടി പറയാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്ക് ആയിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. അതായത് ഒരു സത്യവാങ്മൂലത്തിൽ ഒപ്പിട്ട് നൽകണമെന്നുള്ള ആവശ്യം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നേരത്തെ രാഹുൽ ഗാന്ധിക്ക് നോട്ടീസ് അയച്ചുകൊണ്ട് നൽകിയിരുന്നു. പക്ഷേ ആദ്യം തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഇത്തരത്തിൽ സത്യവാങ്മൂലം ഇറക്കട്ടെ, തങ്ങൾ ചെയ്തതെല്ലാം സുതാര്യമായിരുന്നു, അതെല്ലാം മറ്റ് ക്രമക്കേടുകളൊന്നുമില്ല എന്ന രീതിയിലുള്ള ഒരു സത്യവാങ്മൂലം തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഇറക്കട്ടെ എന്നുള്ളൊരു നിലപാടിൽ തന്നെയാണ് കോൺഗ്രസ് നേതൃത്വം ഒപ്പം തന്നെ പ്രതിപക്ഷ പാർട്ടികളും മുന്നോട്ട് പോവുകയും ചെയ്യുന്നത്. എന്തായാലും ഈ വിഷയത്തിൽ വ്യാപകമായ പ്രതിഷേധത്തിന് കോപ്പുകൂട്ടുകയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ പാർലമെന്റ് ഇന്നും പ്രക്ഷുബ്ധമായുള്ള സാഹചര്യം തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. തീർച്ചയായും ഒരു വശത്ത് പ്രതിഷേധം ഈ വിഷയത്തിൽ കടുപ്പിക്കുമ്പോൾ അതിനപ്പുറമുള്ള ഒരു നിർണായക നീക്കത്തിലേക്ക് കൂടി പ്രതിപക്ഷം കടക്കുന്നുണ്ട് എന്നുള്ളതാണ്. ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ജ്ഞാനേഷ് കുമാറിനെ എതിരെ ഇംപീച്ച്മെന്റ് നോട്ടീസ് നൽകുന്ന വിഷയത്തിൽ ഇന്ന് നിർണായകമായ തുടർ ചർച്ചകളൊക്കെയും നടക്കും. അപ്പോൾ ആ നിർണായകമായ നീക്കത്തിലേക്ക് കൂടി കടക്കാൻ പ്രതിപക്ഷം സജീവമായി ആലോചിക്കുന്നുണ്ട് എന്നതാണ് ഏറെ പ്രധാനമായ രാഷ്ട്രീയ വിഷയം. MG മിഥുനാണ് വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് യിയും ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലും തമ്മിൽ ഇന്ന് കൂടിക്കാഴ്ച നടത്തും. യോഗത്തിൽ അതിർത്തി പ്രശ്നങ്ങൾ ചർച്ചയാകും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും കാണുമെന്നാണ് സൂചന. ഭവ്യ പാർവതി കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ്. ഭവ്യ, ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ ദിവസം വിദേശകാര്യമന്ത്രി S ജയശങ്കറുമായി വാങ് യിയും കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അവിടെ സംസാരിക്കുന്ന വേളയിൽ അദ്ദേഹം പ്രധാനമായും S ജയശങ്കർ സൂചിപ്പിച്ച ഒരു കാര്യമുണ്ട്. ഈ ചെറിയ ചെറിയ കാര്യങ്ങളുടെ പേരിൽ, അതായത് അഭിപ്രായ വ്യത്യാസങ്ങളുടെ പേരിൽ വലിയ വലിയ തർക്കങ്ങളിലേക്കും അകൽച്ചയിലേക്കും ഒന്നും പോകേണ്ട സാഹചര്യങ്ങൾ ഉണ്ടാകാൻ പാടില്ല എന്നത്. വീണ്ടും ചൈന ഇന്ത്യ ബന്ധം അത് കൂടുതൽ ആ ഒരു സൗഹൃദം ഊഷ്മളമായി വരുന്നു എന്നതിൻ്റെ സൂചനയാണോ ഇന്നലെ നടന്ന ചർച്ച സൂചിപ്പിക്കുന്നത്? ഇന്നത്തെ ചർച്ച ഇനി ഈ അതിർത്തി വിഷയത്തിലടക്കം എത്രത്തോളം നിർണായകമാണ്? ആര്യ, തീർച്ചയായും ഗുഡ് മോർണിംഗ്. 3 ദിവസത്തെ സന്ദർശനത്തിനായിട്ടാണ് ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് യി ഇന്ത്യയിലെത്തിയത്. ഡൽഹിയിൽ തുടരുന്ന അദ്ദേഹത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കം ഇന്ന് സന്ദർശിക്കുമെന്നുള്ള വളരെ പ്രധാനപ്പെട്ട വിവരമാണ് നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കാനുള്ളത്. വിദേശകാര്യമന്ത്രി S ജയശങ്കറും അദ്ദേഹവുമായി ഇന്ന് കൂടിക്കാഴ്ച നടത്തും. വളരെ നിർണായകമായ കൂടിക്കാഴ്ചകൾക്കാണ് ഇന്ന് ഡൽഹി സാക്ഷ്യം വഹിക്കൂ എന്ന കാര്യത്തിൽ സംശയമില്ല. ആര്യ സൂചിപ്പിച്ചതുപോലെ തന്നെ ഏറ്റവും പ്രധാനമായി ഇന്ത്യയുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലുമായും അദ്ദേഹം ഇന്ന് കൂടിക്കാഴ്ച നടത്തും. നമുക്കറിയാം, ഇന്ത്യയും ചൈനയുമായി ഏറെക്കാലമായി നിലനിൽക്കുന്ന അതിർത്തി തർക്കവുമായി ബന്ധപ്പെട്ട 24ാം ഘട്ട ചർച്ചകൾക്കാണ് ഇന്ന് ഡൽഹി സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായി വളരെ പ്രാധാന്യമുണ്ട്, നിർണായകമുണ്ട് ഈ ചർച്ചയ്ക്ക് എന്ന കാര്യത്തിൽ സംശയമില്ല. നമുക്കറിയാം, ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സൈനിക നയതന്ത്ര ചർച്ചകൾ തുടരുന്നതിനിടെയാണ് ഒരു വളരെ പ്രധാനപ്പെട്ട സുപ്രധാന മുന്നേറ്റമായി ഇന്നത്തെ ചർച്ചയെ നോക്കിക്കാണുന്നത്. അതുകൊണ്ട് തന്നെ വാങ്ങിന്റെ സന്ദർശനത്തിന് വളരെ പ്രാധാന്യമുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. നമുക്കറിയാം, ഈ മാസം അവസാനമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചൈന സന്ദർശിക്കുന്നത്. അതിന് മുന്നോടിയായാണ് ചൈനീസ് വിദേശകാര്യമന്ത്രി ഇന്ത്യയിലേക്ക് എത്തുന്നത്. ഈ ഗാൽവാൻ സംഘർഷത്തെ തുടർന്ന് തകർന്ന ഇന്ത്യ ചൈന ബന്ധം അത് പൂർണ്ണമായും പുനഃസ്ഥാപിക്കുക എന്നുള്ളൊരു വലിയ സുപ്രധാനമായ ലക്ഷ്യമാണ് ഇന്നത്തെ ചർച്ചയ്ക്കുള്ളതെന്നും കൂടി പറയണം. അതോടൊപ്പം തന്നെ ആര്യ, നമുക്കറിയാം, അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് ഇന്ത്യക്കും ചൈനയ്ക്കും മേൽ അധിക തീരുവ ഏർപ്പെടുത്തിയ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇന്നത്തെ ചർച്ച പുരോഗമിക്കുന്നത്. ഇന്ത്യയും ചൈനയും ഈ തീരുവയെ മറികടക്കാൻ വേണ്ടി ഒരുമിച്ച് നിൽക്കണമെന്ന് നേരത്തെ തന്നെ ചൈന ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ അക്കാര്യത്തിൽ ഇന്ത്യ ഒരു അറിയിപ്പ് അല്ലെങ്കിൽ ഒരു തീരുമാനം പറഞ്ഞിരുന്നില്ല. എന്തായാലും അതുമായി ബന്ധപ്പെട്ടും ഇന്നത്തെ ചർച്ചയ്ക്ക് വളരെ പ്രാധാന്യമുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. നമുക്കറിയാം, ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റിയിലെ പൊളിറ്റിക്കൽ ബ്യൂറോ അംഗം കൂടിയാണ്. അതോടൊപ്പം അതിർത്തി വിഷയങ്ങളിൽ ചൈനയുടെ പ്രത്യേക പ്രതിനിധിയുമാണ് വാങ് യി. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ
ഇന്ത്യ സന്ദർശനം ഏറെ നിർണായകമാണ്. ഈ യോഗത്തിൽ ഒരു ഇന്ത്യ ചൈന ബന്ധം കൂടുതൽ സുദൃഢമാകും, സൗഹൃദപരമാകും എന്നുള്ള വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം കൂടിയുണ്ട്. അത്തരത്തിൽ തന്നെയാകുമോ ചർച്ചകൾ മുന്നോട്ട് പോവുക എന്നുള്ളത് നമുക്ക് നോക്കിക്കാണേണ്ടതുണ്ട്. ആര്യ. യെസ്, ഭവ്യ പാർവതിയാണ് വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. അപ്പോൾ കൂടുതൽ വാർത്തകൾ പ്രേക്ഷകരെ കാത്തിരിപ്പുണ്ട്. മടങ്ങിയെത്താം ഇടവേളയ്ക്ക് ശേഷം. വീണ്ടും രാവിലെയിലേക്ക് സ്വാഗതം. നമ്മൾ വാർത്തകളിലേക്ക് മടങ്ങിയെത്തുകയാണ്. ഇന്ത്യയിലെമ്പാടും നടക്കുന്ന നിർബന്ധിത മതപരിവർത്തനത്തിന് ചരട് വലിക്കുന്നത് കേരളത്തിലെ സഭകളാണെന്ന് ഹിന്ദു ഐക്യവേദി നേതാവ് KP ശശികല. സമയം ശരിയല്ലാത്തതുകൊണ്ടാണ് കേരളത്തിലെ ക്രൈസ്തവ സഭകൾ മതപരിവർത്തനത്തിൽ നിന്ന് ഇപ്പോൾ വിട്ടുനിൽക്കുന്നത്. തൊഴിൽ കടത്തിന്റെ പേരിൽ സഭകൾ തട്ടിക്കുന്ന പണത്തിന്റെ അളവ് അന്വേഷിക്കണം. അതിനുള്ള തെളിവുകൾ കയ്യിലുണ്ടെന്നും ശശികല അവകാശപ്പെട്ടു. ന്യൂസ് 18 Q18 ശശികലയുടെ പ്രതികരണം. പ്രധാനപ്പെട്ട ക്രൈസ്തവ സഭകൾ ഇത്തരം നീക്കങ്ങൾ വീടുകളിൽ വന്ന് ഇത്തരം ഒരു കാര്യം ഞാൻ അംഗീകരിക്കുന്നു. ഇപ്പോൾ പ്രധാനപ്പെട്ട സഭകൾ ആ പ്രവർത്തനം നടത്തുന്നില്ല. ഇപ്പോൾ അടിവരയിട്ട് പറയണം. കാരണം ആധുനിക കാലത്തിനനുസരിച്ച് മാറാൻ അവർ നിർബന്ധിതരാവുകയോ അല്ലെങ്കിൽ അവർ അതിനുള്ള മനസ്സ് കാണിക്കുകയോ ചെയ്തു. പ്രധാനപ്പെട്ട സഭകൾ ഇത്തരത്തിൽ ഇന്ന് സുവിശേഷ കേരളത്തിൽ വരുന്നില്ല. ഛത്തീസ്ഗഡിൽ പോയത് ആരായിരുന്നു? ഏത് സഭയുടെ ആളുകളായിരുന്നു? അത് കേരളം അത് അംഗീകരിക്കില്ല എന്നതുകൊണ്ട് മാത്രമല്ല, കേരളത്തിൽ കുഞ്ഞാട് മോഷണം ക്രൈസ്തവ സഭ നേരിടുന്ന ഒരു പ്രധാന പ്രശ്നമാണ്. കാരണം ഇവിടുത്തെ പെന്തക്കോസ്ത് സഭകൾ അവരിൽ നിന്നും കുഞ്ഞാടുകളെ മോഷ്ടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. കത്തോലിക്കരിൽ നിന്നും അല്ലെങ്കിൽ മറ്റുള്ളവരിൽ നിന്നും കുഞ്ഞാടുകളെ മോഷ്ടിക്കാൻ ഇവിടുത്തെ പെന്തക്കോസ്ത് സഭകൾ തുടങ്ങിയിട്ടുണ്ട്. കേരളത്തിലെ ക്രൈസ്തവ സഭകൾ ഏതെങ്കിലും തരത്തിലുള്ള ഒരു നിർബന്ധിത മതപരിവർത്തനം നടത്തുന്നു. അത് ഈ പ്രധാന സഭകൾ ഇപ്പോൾ അതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുന്നു എങ്കിലും ഈ തരത്തിൽ ഇന്ത്യയുടെ ഏതെങ്കിലും ഭാഗങ്ങളിൽ ഉണ്ടാകുമ്പോൾ അതിൽ ഇവരുടെ കൈകളുണ്ട്. അതിനെ തള്ളിപ്പറയാൻ ഇവർ തയ്യാറല്ല എന്നുള്ളിടത്ത് അത് ഇപ്പം സമയം ശരിയല്ല എന്നുള്ളത് കൊണ്ട് മാറി നിൽക്കണതാണോ എന്ന ഭയം ഞങ്ങൾക്കുണ്ട്. അതിനു പകരം പെന്തക്കോസ്ത് സഭകൾ വ്യാപകമായി ഈ പരിശ്രമം നടത്തുമ്പോൾ ഒരു കാലത്ത് അവർ എതിർത്തിരുന്നു. 2008 ഞങ്ങളിരുന്ന് ചർച്ച ചെയ്തതാണ്. ഈ തൊഴിൽ കടത്തിൻ്റെ പേരിൽ വിവിധ സ്ഥാപനങ്ങളിലേക്ക് തൊഴിലാളികളെ സംഭാവന ചെയ്തുകൊണ്ട് ഇവിടുത്തെ ക്രൈസ്തവ സഭകൾ ഉണ്ടാക്കുന്ന പണം എത്രയാണ് എന്നുള്ളത് അന്വേഷിക്കാൻ ധൈര്യമുണ്ടോ? ഞങ്ങൾ അത്തരം കാര്യങ്ങളുടെ പുറകെ ഞങ്ങൾ വേണ്ടത്ര തെളിവുകൾ കിട്ടിക്കൊണ്ടാണ് പറയുന്നത്. BJP ന്യൂനപക്ഷ പ്രീണനത്തിന് നടക്കരുതെന്ന പരോക്ഷ വിമർശനവുമായി ഹിന്ദു ഐക്യവേദി മുൻ പ്രസിഡന്റ് KP ശശികല. ന്യൂനപക്ഷവും ഭൂരിപക്ഷവും നോക്കി ജനങ്ങളെ വേർതിരിക്കാൻ നടക്കരുത്. ആരെങ്കിലും സോപ്പിട്ട് വോട്ട് കിട്ടാൻ നടക്കരുത്. ശരിയോ തെറ്റോ അറിയാതെ കന്യാസ്ത്രീകളെ രക്ഷിക്കാൻ ഓടാൻ എല്ലാവരും ഉണ്ടായി. ശബരിമല പ്രക്ഷോഭകാലത്ത് തനിക്കെതിരെ കള്ളക്കേസുകൾ എടുത്തപ്പോൾ ഒരു രാഷ്ട്രീയ പാർട്ടിയും അനങ്ങിയില്ലെന്നും ശശികല Q18 പറഞ്ഞു. BJP എന്ന രാഷ്ട്രീയ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കേരളത്തിൽ ന്യൂനപക്ഷങ്ങൾക്കിടയിലുള്ള ഗ്രിപ്പ് മോശമാക്കില്ല. ഇവിടെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം അതേതുമാകട്ടെ പക്ഷങ്ങൾക്കതീതമായല്ലേ പ്രവർത്തിക്കേണ്ടത്. ന്യൂനപക്ഷവും ഭൂരിപക്ഷവും ഇവിടുത്തെ പൗരന്മാരല്ലേ. അവർക്കെല്ലാം തുല്യമായ അവകാശാധികാരങ്ങളല്ലേ വേണ്ടത്. അപ്പോൾ ഒരു രാഷ്ട്രീയ പാർട്ടി ഇവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുക. ജനങ്ങൾ അവരോടൊപ്പം നിൽക്കും. ഏതെങ്കിലും പക്ഷമല്ല നമ്മളോടൊപ്പം നിൽക്കേണ്ടത്. ആരെങ്കിലുമൊക്കെ സോപ്പിട്ടാൽ മാത്രമേ നിലനിൽക്കാൻ പറ്റൂ എന്നുള്ളത് നമ്മുടെ രാഷ്ട്രീയത്തെ ബാധിച്ചിരിക്കുന്ന ഒരു വലിയ അസുഖത്തെയല്ലേ കാണിക്കണത്. അതിന് ചികിത്സ വേണം. ന്യൂനപക്ഷത്തെയോ ഭൂരിപക്ഷത്തെയോ പ്രീണിപ്പിച്ചുകൊണ്ടല്ല ഒരു രാഷ്ട്രീയ പാർട്ടി മുന്നോട്ട് പോകേണ്ടത്. ജനങ്ങളോടൊപ്പം നിന്നുകൊണ്ടാണ് എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. ഏറ്റവും അധികം കേസുകൾ ചാർജ് ചെയ്ത സ്ത്രീ എന്നുള്ളൊരു റെക്കോർഡ് തനിക്കായിരിക്കും എന്നൊരു മാധ്യമം പറഞ്ഞു. പാവപ്പെട്ട കന്യാസ്ത്രീകൾ എന്തിങ്ങനെ ഒപ്പിച്ചു പാടുന്നവരോട് എന്നതടക്കം പറഞ്ഞു. ഇപ്പോൾ പറഞ്ഞു ഇങ്ങനെ വോട്ട് കിട്ടാൻ വേണ്ടി ഇത് ഈ പറയുന്നത് BJP-യോടാണോ? എല്ലാവരോടും അല്ല, എല്ലാവരോടുമാണ് പറയുന്നത്. എല്ലാവരോടും ഹിന്ദു ഐക്യവേദി പറയുന്ന അവർക്ക് കേൾക്കാം. പക്ഷെ നിങ്ങൾ പറയുന്നതിനകത്ത് BJP അല്ല, എല്ലാവരോടും തന്നെയാണ് പറയുന്നത്. കാരണം എന്താ വെച്ചാൽ 2 കന്യാസ്ത്രീകൾ അറസ്റ്റ് ചെയ്യപ്പെട്ടപ്പോൾ അവരെ മോചിപ്പിക്കാൻ അപരാധിയാണോ നിരപരാധിയാണോ എന്ന് ഇവിടെ ഇരുന്ന് തീരുമാനിച്ച് അവരെ മോചിപ്പിക്കാനും നേരിട്ട് കാണാനും ഇവിടുന്ന് പോവാത്ത രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളില്ല. ഒരു പക്ഷേ പറഞ്ഞ വ്യഭിചാരം ഒഴിച്ചുള്ള എല്ലാ വകുപ്പുകളും വധശ്രമം അല്ലെങ്കിൽ വധിക്കാനുള്ള ഇങ്ങനെ എല്ലാ വ്യത്യസ്തമായ വകുപ്പുകളാണ് എനിക്കെതിരെ ഡോക്ടർ സെൻകുമാർ അല്ലെങ്കിൽ ഡോക്ടർ KS രാധാകൃഷ്ണൻ സാറ് SJR കുമാർജി ഞങ്ങൾക്കൊക്കെ ചാർത്തിയത്. ഒരു രാഷ്ട്രീയക്കാർക്കും അസ്വസ്ഥത ഉണ്ടായിട്ടില്ലല്ലോ. ഞങ്ങളൊരു രാഷ്ട്രീയ പാർട്ടിയും സമീപിച്ചിട്ടുമില്ല. ഞങ്ങളുടെ കേസൊന്ന് പിൻവലിച്ച് തരണമെന്ന് പറയാൻ ഞങ്ങൾ ആരെയും സമീപിച്ചിട്ടില്ല.
എന്തായാലും ഇന്നത്തെ ദിവസവും വരും ദിവസങ്ങളിലും എല്ലാം വലിയ ചർച്ചയ്ക്ക് വഴിവെക്കുന്ന പ്രതികരണങ്ങളാണ് ശശികളുടെ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ളത്. ന്യൂസ് 18 Q18 അഭിമുഖത്തിലായിരുന്നു ഈ പ്രതികരണം വന്നിട്ടുള്ളത്. എന്തായാലും വരും ബുള്ളറ്റിനുകളിൽ അടക്കം നമുക്ക് ഈ വിഷയം വിശദമായി ചർച്ച ചെയ്യണം. സഭകളുടെയും രാഷ്ട്രീയ നേതാക്കളുടെയും എല്ലാം പ്രതികരണം ഈ വിഷയത്തിൽ തേടേണ്ടതുണ്ട്. എന്തായാലും ഇപ്പോൾ മറ്റ് വാർത്തകളിലേക്ക് കടക്കുകയാണ്. രാജേഷ് കൃഷ്ണയ്ക്കെതിരെ 2022 PBക്ക് പരാതി നൽകിയിട്ടും പാർട്ടി ഒരു നടപടിയും എടുത്തില്ലെന്ന പരാതിക്കാരനായ മുഹമ്മദ് ഷർഷാദ് 2025 മധുര പാർട്ടി കോൺഗ്രസിൽ രാജേഷ് കൃഷ്ണയെ പ്രതിനിധിയാക്കി ഇതറിഞ്ഞാണ് 2022 അതേ പരാതി വീണ്ടും നൽകിയത്. ഈ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് രാജേഷ് കൃഷ്ണയെ പാർട്ടി കോൺഗ്രസിൽ നിന്ന് പുറത്താക്കിയതെന്നും ഷർഷാദ് ന്യൂസ് 18 പ്രൈം ഡിബേറ്റിൽ പറഞ്ഞു. അതെ, ഉൾപാർട്ടി ജനാധിപത്യമുള്ള പാർട്ടിന്റെ അകത്ത് കൊടുത്ത കത്ത്, അതിനകത്ത് പാർട്ടി നേതാക്കന്മാരെ പറ്റി എനിക്ക് പറയുന്നതിൽ എന്താ തെറ്റ്? ഞാൻ പുറത്തു കൊടുത്തതല്ലല്ലോ. എന്തുകൊണ്ട് ആ കത്ത് ഇത്ര വർഷമായിട്ട് പുറത്തു വന്നില്ല? ഇത്ര വർഷം എന്തുകൊണ്ട് ആ കത്ത് പുറത്തു വന്നില്ല? ഇപ്പം ഇത്ര 3 വർഷം കഴിഞ്ഞിട്ട് പുറത്തു വരാൻ കാരണം നിങ്ങൾ തെളിയിക്കൂ. ഞാൻ പുറത്തു കൊണ്ടുവന്നെന്നുള്ളത് നിങ്ങൾ തെളിയിക്കൂ. ഞാൻ പുറത്തു കൊണ്ടുവന്നെന്നുള്ളത് നിങ്ങൾ തെളിയിക്കൂ. മലയാള പരാതി AKG സെൻറ്ററിൽ നിന്ന് സർക്കുലേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അത് ഇവരുടെ ഇന്റേണൽ പാർട്ടി പൊളിറ്റിക്സിന്റെ ഭാഗമായിട്ട് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ കോടിയേരിയുടെ മരണത്തിൻ്റെ സമയത്ത് തന്നെ അത് സർക്കുലേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഈ മലയാള പരാതിയാണ് ഈ പറഞ്ഞ ഓൺലൈൻ മാധ്യമക്കാരൻ്റെ കയ്യിലും എല്ലാവരുടെ കയ്യിലും ഉള്ളത്. അത് സർക്കുലേറ്റ് ചെയ്തത് ഞാനല്ല, മറ്റ് പല സ്ഥലത്തുനിന്നും അത് കിട്ടിയിട്ടുണ്ട്. ഇപ്പം ഞാനൊന്ന് ചോദിക്കട്ടെ, ഒറ്റൊരു ചോദ്യം, എൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം ചോദിക്കുകയാണ്. ഞാൻ ചെന്നൈയിൽ നിന്ന് പുറപ്പെടുന്നതിൻ്റെ ഒരു ദിവസം മുമ്പ് ജനറൽ സെക്രട്ടറിക്ക് ഞാനൊരു പേഴ്സണൽ മെയിൽ അയക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ മെയിൽ ID യിൽ MABaby83 67 അങ്ങനെ എന്തോ ഒരു മെയിൽ ID ഉണ്ട്. പേഴ്സണൽ മെയിൽ ID ആണ്. വേറെ ഒരാൾക്ക് ഒരു CCU ഇല്ല. അപ്പോൾ അത് എവിടുന്ന് ലീക്കായി? ഇത്ര ദിവസം കൊണ്ട് എവിടുന്ന് ലീക്കായി? പ്രിൻ്റ് എടുത്ത് സ്കാൻ ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. പ്രിൻ്റ് എടുത്ത് അല്ല, നിങ്ങൾ പറഞ്ഞല്ലോ ഞാൻ സർക്കുലേറ്റ് ചെയ്ത സാധനമാണെന്ന്. കണ്ടുപിടിക്കൂ നിങ്ങൾ. മറ്റു വാർത്തകളിലേക്ക് കൂടി. ബലാത്സംഗ കേസിൽ പ്രതിയായ റാപ്പർ വേടൻ എന്നറിയപ്പെടുന്ന ഹിരൺദാസ് മുരളി നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസ് അധ്യക്ഷനായ സിംഗിൾ ബെഞ്ചാണ് മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത്. മുൻകൂർ ജാമ്യാപേക്ഷയിൽ തൃക്കാക്കര പോലീസ് ഹൈക്കോടതിയിൽ വിശദീകരണം നൽകും. കോട്ടയം സ്വദേശിയായ യുവതിയുടെ പരാതിയിൽ തൃക്കാക്കര പോലീസാണ് ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ 376 വകുപ്പ് അനുസരിച്ച് ബലാത്സംഗ കുറ്റം ചുമത്തിയത്. 2021 മുതൽ 2023 വരെയുള്ള കാലത്ത് വിവാഹ വാഗ്ദാനം നൽകി വേടൻ പീഡിപ്പിച്ചുവെന്നാണ് യുവതിയുടെ പരാതി. തന്നെ കേസിൽ പെടുത്തുമെന്ന് നിരന്തരം ഭീഷണിയുണ്ടെന്നാണ് ഹൈക്കോടതിയിൽ നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷയിൽ വേടന്റെ വാദം. കൊടും കുറ്റവാളി ഗോവിന്ദച്ചാമിയുടെ ജയിൽ ചാട്ടം അന്വേഷിക്കാൻ നിയമിച്ച പ്രത്യേക സംഘം ഇന്ന് കണ്ണൂരിലെത്തും. ജസ്റ്റിസ് CN രാമചന്ദ്രൻ, മുൻ DGP ജേക്കബ് പുന്നൂസ് എന്നിവരാണ് സമിതിയിലെ അംഗങ്ങൾ. 2 ദിവസമാണ് സന്ദർശനം. ഉന്നത ജയിൽ ഉദ്യോഗസ്ഥരുടെ അടക്കം മൊഴിയെടുക്കും. മുഴുവൻ ജീവനക്കാരോടും ഹാജരാകാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സർക്കാരിന് സമിതി റിപ്പോർട്ട് നൽകും. സംസ്ഥാനത്തെ 4 പ്രധാന ജയിലുകളിലും സമിതി സന്ദർശിക്കും. 3 മാസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കും. കോഴിക്കോട് അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചതോടെ ജാഗ്രത ശക്തമാക്കി ആരോഗ്യവകുപ്പ്. മലിനജലത്തിൽ കുളിക്കുന്നത് ഒഴിവാക്കണം എന്നാണ് പ്രധാനപ്പെട്ട നിർദ്ദേശം. ജലാശയങ്ങൾ ക്ലോറിനേറ്റ് ചെയ്യാനും ആരോഗ്യവകുപ്പ് നടപടി തുടങ്ങിയിട്ടുണ്ട്. 3 വയസ്സുള്ള കുഞ്ഞിനാണ് രോഗം ബാധിച്ചത്. കുഞ്ഞിന്റെ ആരോഗ്യനില ഗുരുതരമായി തുടരുകയാണ്. ഇനി കാലാവസ്ഥാ സാഹചര്യം നോക്കിയാൽ വടക്കൻ കേരളത്തിൽ ശക്തമായ മഴ മുന്നറിയിപ്പാണ് നൽകിയിട്ടുള്ളത്. ഇന്ന് 3 ജില്ലകളിലാണ് ഓറഞ്ച് അലേർട്ട്. വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് ഓറഞ്ച് അലേർട്ട്. എറണാകുളം മുതൽ കോഴിക്കോട് വരെയുള്ള ജില്ലകളിൽ യെല്ലോ അലേർട്ടാണ് നൽകിയിട്ടുള്ളത്. ഭവ്യ പാർവതി കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ്. ഭവ്യ, എങ്ങനെയാണ് മഴയുടെ ഒരു സാഹചര്യം? ആര്യ, ഗുഡ് മോർണിംഗ്. വരും ദിവസങ്ങളിൽ സംസ്ഥാനത്ത് മഴ തുടരുമെന്നുള്ള റിപ്പോർട്ട് തന്നെയാണ് കാലാവസ്ഥാ കേന്ദ്രത്തിൽ നിന്ന് ലഭ്യമാകുന്നത്. പ്രധാനമായും ഇന്ന് 3 ജില്ലകളിലാണ് ഓറഞ്ച് അലേർട്ട് ഉള്ളത്. അതായത് വടക്കൻ ജില്ലകൾ തന്നെയാണ് മഴ ശക്തമായി പെയ്യുന്നത്. വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് ഇന്ന് ഓറഞ്ച് അലേർട്ട് ഉള്ളത്. ഒപ്പം കോഴിക്കോട്, മലപ്പുറം, പാലക്കാട്, തൃശൂർ, എറണാകുളം, ഇടുക്കി ജില്ലകളിൽ യെല്ലോ അലേർട്ട് ആണുള്ളത്. ഈ പ്രധാനമായും വടക്കൻ ജില്ലകൾ തന്നെയാണ് മഴ കനത്തേക്കുമെന്നുള്ള റിപ്പോർട്ടുള്ളത്. ഇന്ന് പാലക്കാട് ജില്ലകളിലെ സ്കൂളുകൾക്ക് അവധിയാണ്. കനത്ത മഴയുടെ പശ്ചാത്തലത്തിൽ പാലക്കാട് ജില്ലയിലെ സ്കൂളുകൾക്ക് കളക്ടർ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. പ്രധാനമായും അംഗനവാടി, സ്കൂളുകൾ തുടങ്ങിയവയ്ക്കാണ്. കോളേജുകൾക്ക് അവധി ബാധകമല്ല എന്നുള്ളൊരു വിവരം കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അംഗനവാടികൾ, മദ്രസകൾ, ട്യൂഷൻ സെന്ററുകൾ എന്നിവയ്ക്കാണ് അവധി ബാധകം. കോളേജിന് അവധിയല്ല. മറ്റൊരു ജില്ലയിലും ഇന്ന് അവധിയില്ല. പാലക്കാട് ജില്ലയ്ക്ക് മാത്രമേ ഇന്ന് അവധിയുള്ളൂ.
അതോടൊപ്പം തന്നെ പൊതുജനങ്ങൾക്ക് പ്രത്യേക നിർദ്ദേശങ്ങൾ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഭാഗത്തു നിന്ന് പുറപ്പെടുവിച്ചിട്ടുണ്ട്. അതിങ്ങനെയാണ്: ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ, മലവെള്ളപ്പാച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ അധികൃതരുടെ നിർദ്ദേശാനുസരണം മാറി താമസിക്കണമെന്നുള്ള മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഒപ്പം നദീതീരത്തുള്ളവർക്കും പ്രത്യേക ജാഗ്രതാ നിർദ്ദേശമുണ്ട്. ദുരന്ത പ്രദേശങ്ങളിൽ താമസിക്കുന്നവർക്ക് തങ്ങളുടെ പ്രദേശത്ത് കൃത്യമായി ക്യാമ്പുകൾ തുറന്നിട്ടുണ്ട് എന്നവർ ഉറപ്പുവരുത്തണം. പകൽ സമയങ്ങളിൽ കൃത്യമായും ക്യാമ്പുകളിലേക്ക് മാറി താമസിക്കണമെന്നുള്ള മുന്നറിയിപ്പ് കൂടി ഇപ്പോൾ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഭാഗത്തുനിന്ന് വരുന്നുണ്ട്. മഴ തുടരും സംസ്ഥാനത്ത് വരും ദിവസങ്ങൾ. അതുകൊണ്ട് തന്നെ ജാഗ്രത പാലിക്കണമെന്നുള്ള മുന്നറിയിപ്പാണ് പൊതുജനങ്ങൾക്ക് നൽകുന്നത്. എന്തായാലും സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ മഴ തുടരും. ആര്യ, മഴ കനക്കും എന്നത് തന്നെയാണ് കാലാവസ്ഥയുടെ സാഹചര്യം. ഭവ്യ പാർവതിയാണ് വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. കനത്ത മഴയെ തുടർന്ന് ഇടുക്കിയിലെ വിവിധ അണക്കെട്ടുകളിൽ ജലനിരപ്പ് ഉയർന്നു. മാട്ടുപ്പെട്ടി, കല്ലാർകുട്ടി, ഇരട്ടയാർ, ലോവർ പെരിയാർ അണക്കെട്ടുകളിൽ റെഡ് അലർട്ടാണ്. വരും ദിവസങ്ങളിലും ശക്തമായ മഴ തുടർന്നാൽ ജില്ലയിലെ മിക്ക അണക്കെട്ടുകളും പരമാവധി സംഭരണ ശേഷിയിലേക്ക് എത്തും. പ്രിൻസ് ജെയിംസ് കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ്. പ്രിൻസ്, ഗുഡ് മോർണിംഗ്. എന്താണ് ഇടുക്കിയിലെ മഴയുടെ ഒരു സാഹചര്യം? ഈ ഡാമുകളിലൊക്കെ ഇപ്പൊ തന്നെ റെഡ് അലർട്ട് നൽകിയിരിക്കുകയാണ്. മഴ ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണോ ശക്തമായി? അയ്യ, ഗുഡ് മോർണിംഗ്. തീർച്ചയായും മഴ തുടരുന്നൊരു സാഹചര്യമാണ് ദിവസങ്ങളായി തുടർച്ചയായി മഴ പെയ്യുന്ന ശക്തി ലഭിക്കുന്ന ഒരു സാഹചര്യം. മിക്ക ചെറുകിട അണക്കെട്ടുകളിലും പരമാവധി സംഭരണശേഷിയിലേക്ക് എത്തിയിരിക്കുന്നു, അല്ലെങ്കിൽ പരമാവധി സംഭരണശേഷിയിലേക്ക് അടുക്കുന്ന ഒരു കാഴ്ചയാണുള്ളത്. കഴിഞ്ഞ ദിവസം സംസ്ഥാനത്ത് റെഡ് അലർട്ട് പ്രഖ്യാപിച്ച അണക്കെട്ടുകൾ 4 ഇടുക്കി ജില്ലയിലായിരുന്നു. പ്രത്യേകിച്ചും ലോവർ പെരിയാർ, മാട്ടുപ്പെട്ടി, കല്ലാർകുട്ടി, ഇടുക്കിയുടെ ഡൈവേർഷൻ ഡാമായ ഇരട്ടയാർ ഡാമുകളിൽ റെഡ് അലർട്ട് ആയിരുന്നു. അതോടൊപ്പം തന്നെ കല്ലാർകുട്ടി, മാട്ടുപ്പെട്ടി, ലോവർ പെരിയാർ എന്നീ 3 ഡാമുകളിൽ നിന്ന് ഇപ്പോഴും വെള്ളം പുറത്തേക്ക് ഒഴുകുന്ന ഒരു സാഹചര്യമുണ്ട്. വരും ദിവസങ്ങളിലും മഴ തുടർന്നു കഴിഞ്ഞാൽ മറ്റു ചെറുകിട അണക്കെട്ടുകളായ പൊന്മുടിയും ചെങ്കുളവും കല്ലാറും അടക്കമുള്ള അണക്കെട്ടുകളിലേക്ക് പരമാവധി വെള്ളം ഒഴുകിയെത്തുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടാകും. എന്നാലും പ്രധാന അണക്കെട്ടുകളായ ഇടുക്കിയിലും മുല്ലപ്പെരിയാറിലുമൊക്കെ നീരൊഴുക്ക് ശക്തമാണെന്നുണ്ടെങ്കിലും ജലനിരപ്പ് ഉയരുന്നുണ്ടെങ്കിൽ പോലും നിലവിൽ അണക്കെട്ടുകൾ തുറക്കേണ്ട ഒരു സാഹചര്യം ഇല്ല എന്ന് തന്നെയാണ് വിലയിരുത്തൽ. എന്തായാലും കഴിഞ്ഞ ദിവസങ്ങളൊക്കെ അപേക്ഷിച്ച് ഇന്ന് പുലർച്ചെ മഴയ്ക്ക് അല്പം തോർച്ചയുണ്ട്. പ്രത്യേകിച്ചും ഹൈറേഞ്ചിന്റെ തമിഴ്നാട് അതിർത്തി മേഖലകളിലൊക്കെ അല്പം മഴയ്ക്ക് കുറവുണ്ട്. എന്നാലും വരും മണിക്കൂറുകളിലൊക്കെ മഴ പെയ്യുമെന്ന് തന്നെയാണ് കരുതുന്നത്. പൂർണ്ണമായും മഴ മാറി നിൽക്കുന്ന ഒരു സാഹചര്യമല്ല. കഴിഞ്ഞ ദിവസങ്ങളെ അപേക്ഷിച്ച് പൂർണ്ണമായും മഴ മാറിയെന്നല്ല, എങ്കിലും കഴിഞ്ഞ ദിവസങ്ങളൊക്കെ അപേക്ഷിച്ച് അല്പം മഴയ്ക്ക് കുറവുള്ള ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. ആര്യ, യെസ്, പ്രിൻസ് ജെയിംസ് ആണ് വിവരങ്ങൾ നൽകിയത്. പ്രിൻസ്, തുടരുക. മറ്റൊരു അപകട വാർത്ത കൂടി നമുക്ക് മുന്നിലുണ്ട്. ഇടുക്കി ആനയിറങ്കൽ ജലാശയത്തിൽ വള്ളം മറിഞ്ഞ് കാണാതായ ആൾക്കായി ഇന്നും തെരച്ചിൽ തുടരുമെന്നുള്ളതാണ്. മധ്യപ്രദേശ് സ്വദേശി സന്ദീപ് സിംഗ് റാമിനെയാണ് കാണാതായത്. പ്രതികൂല കാലാവസ്ഥ തെരച്ചിലിന് തടസ്സമാണ്. പ്രിൻസ്, എങ്ങനെ പുരോഗമിക്കുന്നു ഈ തെരച്ചിൽ? ആര്യ, ഇന്നലെ വൈകുന്നേരം 4 മണിയോടെയായിരുന്നു ഈ അപകടം നടന്നത്. ആനയിറങ്കൽ അണക്കെട്ടിനോട് ചേർന്ന് കിടന്ന പച്ചമല എന്ന പ്രദേശത്തെ ഏലത്തോട്ടത്തിൽ ജോലി ചെയ്ത ശേഷം മടങ്ങുകയായിരുന്നു സന്ദീപ് സിംഗ് റാമും മറ്റ് 4 തൊഴിലാളികളും, ഒപ്പം തുഴച്ചിൽക്കാരനും. ഇവർ ഈ വള്ളത്തിൽ അണക്കെട്ടിലൂടെ മറുകരയിലേക്ക് പോരുന്നതിനിടയ്ക്ക് ഏകദേശം ഡാമിന്റെ മധ്യഭാഗത്തെത്തിയപ്പോഴേക്കുമാണ് അപകടം സംഭവിച്ചത്. കനത്ത മഴയും കാറ്റും ആണ് അപകടത്തിന് ഇടയാക്കിയത്. വള്ളം മറിഞ്ഞ് ഉടൻ തന്നെ ഇവരെല്ലാവരും ഈ മറിഞ്ഞ വള്ളത്തിൽ പിടിച്ചു നിൽക്കുകയും തുടർന്ന് മറുകരയിലേക്ക് നീന്തി രക്ഷപ്പെടാൻ ശ്രമിക്കുകയും ചെയ്തു. മറ്റ് 5 പേരും, അതായത് ഒപ്പമുണ്ടായിരുന്ന 4 അതിഥി തൊഴിലാളികൾക്കും തുഴച്ചിൽക്കാരനും നീന്തി രക്ഷപ്പെടാൻ സാധിച്ചെങ്കിലും സന്ദീപ് സിംഗ് വെള്ളത്തിൽ മുങ്ങി താഴുകയായിരുന്നു. സമയത്തിന് ശേഷം 3 നിന്നുള്ള ഫയർഫോഴ്സ് സംഘമൊക്കെ എത്തി തെരച്ചിൽ ആരംഭിച്ചെങ്കിലും ഇന്നലെ കനത്ത മഴയും ഒപ്പം തണുത്ത വെള്ളം അതിശക്തമായ തണുപ്പ് അനുഭവപ്പെട്ടെന്ന ഒരു സാഹചര്യമുള്ളതിനാൽ കൂടുതൽ നേരം തെരച്ചിൽ നടത്താൻ പറ്റുന്ന ഒരു സാഹചര്യമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇന്നലെ 6 മണിയോടെയാണ് തെരച്ചിൽ അവസാനിപ്പിച്ചത്. ഇന്ന് സ്കൂബ ഡൈവിംഗ് ടീം അടക്കമുള്ള സംഘങ്ങൾ എത്തി ഉടൻ തന്നെ തെരച്ചിൽ ആരംഭിക്കും. രാവിലെ 9 മണിയോടൊക്കെ തെരച്ചിൽ ആരംഭിക്കുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ആര്യ, യെസ്, പ്രിൻസ് ജെയിംസ് ആണ് വിവരങ്ങൾ പങ്കുവച്ചത്. മറ്റൊരു വാർത്തയിലേക്ക് കടന്നാൽ, ഡോക്ടർ വന്ദനാദാസ് കൊലക്കേസിൽ നിർണായക ദൃശ്യങ്ങൾ പുറത്ത്. പ്രതി പോലീസ് ഉദ്യോഗസ്ഥരെ ആക്രമിക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തുവന്നത്. പ്രതി സന്ദീപ് പോലീസ് ഉദ്യോഗസ്ഥന്റെ തലയിൽ ആയുധം ഉപയോഗിച്ച് കുത്തുന്നതാണ് ഈ ദൃശ്യങ്ങളിൽ ഉള്ളത്. കേസിൽ സാക്ഷി വിസ്താരം തുടരുകയാണ്. യെസ്, വിനീഷ് കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ്. വിനീഷ്, ഈ കേസിലെ ഏറെ നിർണായകമായ ദൃശ്യങ്ങളല്ലേ ഇത്? തീർച്ചയായും ഭവ്യ, 2023 മെയ് 10-നാണ് ഡോക്ടർ വന്ദനദാസിനെ കുത്തി കൊലപ്പെടുത്തുന്നത്. കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ സർജനായി ജോലി ചെയ്ത് വരവെയാണ് അവിടെ എത്തിയ അക്രമി ഇത്തരത്തിലുള്ള അക്രമം നടത്തുകയും ഡോക്ടറുടെ ജീവൻ എടുക്കുകയും ചെയ്തു. വളരെ ദുഃഖകരമായ വലിയൊരു വാർത്തയായി മാറിയിരുന്നു, വലിയ ഞെട്ടലുള്ള ഒരു വാർത്തയായി മാറിയിരുന്നു. നിലവിൽ ഈ സംഭവത്തിന്റെ സാക്ഷി വിസ്താരം
തുടരുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. ജില്ലാ കോടതിയിലാണ് ഇതിന്റെ വിസ്താരം നടന്നു വരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം കോടതിയിൽ ഹാജരാക്കിയ ദൃശ്യങ്ങളിൽ ഒന്നാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമായിരിക്കുന്നത്. ഈ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും ഡോക്ടർ വന്ദനദാസിനെ ആക്രമിക്കുന്നതും അതുപോലെ തന്നെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന 2 ഡോക്ടർമാരെ ആക്രമിക്കുകയും അതുപോലെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന 2 പോലീസുകാരെ ആക്രമിക്കുകയും അതിലെ മണിലാൽ എന്ന പോലീസുകാരന്റെ തലയ്ക്ക് കുത്തുകയും ചെയ്തു എന്ന് മൊഴിയുണ്ടായിരുന്നു. ഇതിനെ കൂടുതൽ തെളിവുകൾ ആണ് ഇപ്പോൾ കോടതിയിൽ സബ്മിറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിനെ ശരിവെക്കുന്ന തരത്തിലുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും ഡോക്ടറെയും കാണാൻ കഴിയും. ഡോക്ടറും സഹപാഠിയായ മറ്റൊരു ഡോക്ടറും കൂടി ഈ അക്രമം നടക്കുന്ന സ്ഥലത്തേക്ക് എത്തുന്നത് നമുക്കതിൽ കാണാൻ കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ അക്രമം നടത്തി വന്ന് ഈ സന്ദീപ് വന്ന് വീഴുന്നു. അതുപോലെ തന്നെ സന്ദീപ് എഴുന്നേറ്റതിന് ശേഷമാണ് യൂണിഫോം ഇടാനായി ശ്രമിക്കുന്ന മണിലാൽ എന്ന പോലീസുകാരന്റെ തലയിലേക്ക് കുത്തുന്നു. അതുപോലെ തന്നെ മറ്റൊരു പോലീസുകാരനെ ആക്രമിക്കുന്നു. ഇത്തരം ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇതാണ് കഴിഞ്ഞ ദിവസം കോടതിയിൽ ഹാജരാക്കിയത്. ഈ ദൃശ്യങ്ങളെല്ലാം തന്നെ ഇതിന്റെ സാക്ഷികൾ തിരിച്ചറിഞ്ഞു എന്നാണ് മിനിമോൾ, പ്രദീപ്, രമ്യ എന്നിവരാണ് കോടതി മുൻപാകെ കഴിഞ്ഞ ദിവസം മൊഴി നൽകിയത്. ഇവർ ഈ ദൃശ്യങ്ങളെല്ലാം തിരിച്ചറിയുകയും ചെയ്തിരിക്കുന്നു. ഇതെല്ലാം ഈ കേസിനെ കൂടുതൽ ബലപ്പെടുന്ന തരത്തിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ നീങ്ങുന്നത്. അതുപോലെ തന്നെ ഇതിന്റെ ഈ സാക്ഷി വിസ്താരവുമായി ബന്ധപ്പെട്ട് ആശുപത്രി ജീവനക്കാരായ ജയന്തി, അതുപോലെ തന്നെ വന്ദനയുടെ സഹപാഠി ഡോക്ടർ മുബീന എന്നിങ്ങനെ കുറച്ചു പേരെയാണ് ഇനി വരും ദിവസങ്ങളിൽ വിസ്തരിക്കുക. എന്തായാലും ഈ കേസ് വലിയ രീതിയിലേക്ക് ഇപ്പോൾ മാറുന്നൊരു സാഹചര്യമുണ്ട്. ഈ കേസിന്റെ കൂടുതൽ ദൃശ്യങ്ങൾ പുറത്തു വരുന്നതോടുകൂടി ഇതിന്റെ സംഭവങ്ങൾ കൂടുതൽ ഈ കോടതിയിൽ വാദിക്കാനുള്ള ഈ പ്രോസിക്യൂഷന് കൂടുതൽ ഗുണകരമായി തന്നെ മാറുന്നു എന്നുള്ളതാണ് ഭവ്യ പറയാനുള്ളത്. തീർച്ചയായും എസ് വിനീഷാണ് വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. എന്തായാലും നമ്മുടെ എല്ലാം ഉള്ളിൽ, മലയാളികളുടെ എല്ലാം ഉള്ളിൽ ഒരു നോവായി എക്കാലവും അവശേഷിക്കും ഡോക്ടർ വന്ദനദാസ്. അപ്പോൾ എന്തായാലും ആ കൊലപാതകം, അതിൻ്റെ പ്രതി സന്ദീപ് എത്രത്തോളം പൈശാചികമായാണ് അന്ന് ആ ദിവസം പെരുമാറിയത് എന്നതിൻ്റെ കൂടുതൽ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കോടതിക്ക് മുന്നിൽ അത് എത്തിച്ചിട്ടുണ്ട്. ആ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടത്. കാസർഗോഡ് കുണ്ടംകുഴി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ 10ാം ക്ലാസ് വിദ്യാർത്ഥിയെ പ്രധാന അധ്യാപകൻ കർണപുടം അടിച്ചു പൊട്ടിച്ചുവെന്ന പരാതിയിൽ പോലീസ് കേസെടുത്തു. പ്രധാന അധ്യാപകൻ അശോകിനെതിരെയാണ് ബേഡകം പോലീസ് കേസെടുത്തത്. എന്തോ കാര്യം മാഷ് പറഞ്ഞു, നീ ഇവിടെ നിൽക്ക്, പിന്നെ TC വാങ്ങിയിട്ട് പോയിക്ക് പറഞ്ഞു. അപ്പോൾ എന്നിട്ട് പിന്നെ ഓഫീസിലേക്ക് വിളിച്ചു. അപ്പോൾ തന്നെ അവിടെ നിൽക്കാറിന് അസംബ്ലി കഴിഞ്ഞിട്ടാകുമ്പോൾ ഓഫീസിലേക്ക് വിളിച്ചു. ഓഫീസിലേക്ക് വിളിച്ച് വീട്ടിലത്തെ ആരെല്ലാം ഉണ്ട്, പിന്നെ നീ എപ്പോൾ വരുന്നേ, എവിടുന്ന് വരുന്നതെന്ന് ചോദിച്ചു. എന്നിട്ട് ചായയും അടിയും മേടിച്ചു വന്നു. ഞാൻ വേണ്ട പറഞ്ഞ് താമസിച്ചിട്ടാണ്. അപ്പോൾ ഇത് സ്കാൻ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് 14-ാം തീയതിയാണ് സ്കാൻ ചെയ്തത്. ഉച്ചയ്ക്ക് ശേഷം 3 മണിയായിട്ടുണ്ടാവും സ്കാൻ ചെയ്യുമ്പോൾ. എന്നിട്ട് 16-ാം തീയതി റിപ്പോർട്ട് കാണിച്ചത്. 16-ന് 15-ാം തീയതി ഡോക്ടർ ലീവായിരുന്നു. അങ്ങനെ 16-ന് കാണിച്ചിട്ടായിട്ടാകുമ്പോൾ പറഞ്ഞു ഇത് ജലദോഷം വരാൻ പാടില്ല, ചുമക്കാൻ പാടില്ല, പിന്നെ ഇങ്ങനെ വെള്ളമൊന്നും കയറാൻ പാടില്ല, ഒരു 6 മാസം നല്ലോണം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അങ്ങനെ ആയാൽ അല്ലെങ്കിൽ ഇത് വരും എന്ന് പറഞ്ഞു. ഓപ്പറേഷൻ ആക്കേണ്ടി വരും, അങ്ങനെ വെള്ളം ഒന്നും കയറിയാൽ ഓപ്പറേഷൻ ആക്കേണ്ടി വരും എന്ന് പറഞ്ഞു. KV ബൈജു കൂടുതൽ വിവരങ്ങളുമായി നമുക്കിപ്പം ചേരുകയാണ്. ബൈജു, വിദ്യാഭ്യാസ വകുപ്പിന്റെ അന്വേഷണം പുരോഗമിക്കുകയാണ്. അതിനിടയിലാണ് നിയമപരമായ നീക്കം കൂടി വന്നിരിക്കുന്നത്. നേരത്തെ തന്നെ കുടുംബം പരാതി നൽകിയിരുന്നു. ആ പരാതിയിൽ ഇപ്പോൾ കേസെടുത്തിരിക്കുകയാണല്ലേ? തീർച്ചയായും ആര്യ, BNS 126/1152 അതുപോലെ തന്നെ ജൂനിയർ ജസ്റ്റിസ് ആക്ട് 75 എന്നീ വകുപ്പുകൾ പ്രകാരമാണ് ഇപ്പോൾ ഈ അധ്യാപകനെതിരെ കേസെടുത്തിട്ടുള്ളത്. അതുകൂടാതെ ആര് സൂചിപ്പിച്ചതുപോലെ വിദ്യാഭ്യാസ വകുപ്പിന്റെ ഒരു പ്രാഥമിക അന്വേഷണം പൂർത്തിയായിട്ടുണ്ട്. ഈ റിപ്പോർട്ട് ഇത്തരത്തിൽ എഡ്യൂക്കേഷൻ ഡയറക്ടർക്ക് കൈമാറിയിട്ടുമുണ്ട്. കഴിഞ്ഞ ദിവസമാണ് വിദ്യാഭ്യാസ മന്ത്രി V. ശിവൻകുട്ടി ഇതിൽ ഒരു റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ടായത്. നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആര്യ, ഇതിൽ ജാമ്യമുള്ള വകുപ്പാണ് ഇത് 3 എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് JJ ആക്ട് 75 എന്ന് പറയുന്നത് സംരക്ഷിക്കേണ്ടവർ തന്നെ ഇത്തരത്തിൽ മർദ്ദിക്കുകയോ അല്ലെങ്കിൽ അത്തരം പ്രവർത്തികൾ ചെയ്യുന്നതാണ്. എന്തായാലും ഇയാൾ ഇപ്പോൾ അവധിയിലാണ്. ഈ പ്രധാന അധ്യാപകൻ ഇപ്പോൾ അവധിയിലാണ്. കുട്ടിക്ക് ഇപ്പോൾ ശസ്ത്രക്രിയ വേണമെന്ന ഒരു നിർദ്ദേശമാണ് ഡോക്ടർമാർ നൽകിയിരിക്കുന്നത്. എന്നാൽ ഇതിനെതിരെ വലിയ പ്രതിഷേധം ഇപ്പോൾ ഉയരുന്നുണ്ട്. ഇന്നലെ യൂത്ത് കോൺഗ്രസ്, BJP, SFI ഉൾപ്പെടെ പ്രതിഷേധ മാർച്ച് സ്കൂളിലേക്ക് നടത്തിയിരുന്നു. ഇവർ പ്രധാനമായും ആവശ്യം ഉന്നയിക്കുന്നത് ഈ പ്രധാന അധ്യാപകനെ സർവീസിൽ നിന്ന് തന്നെ പിരിച്ചുവിടണമെന്നാണ്. തിങ്കളാഴ്ചയാണ് ഇത്തരത്തിൽ സ്കൂൾ അസംബ്ലിയിൽ ഈ കുട്ടിയെ
ഈ പ്രധാന അധ്യാപകൻ മർദ്ദിക്കുന്ന സാഹചര്യം ഉണ്ടായത്. ഇക്കാര്യത്തിൽ പ്രധാന അധ്യാപകന്റെ ഒരു വിശദീകരണം കൈവീശുമ്പോൾ അത് ചെവിയിൽ കൊണ്ടു എന്ന ഒരു വിശദീകരണം PTA കമ്മിറ്റിക്ക് മുമ്പിൽ ഇയാൾ വെച്ചത്. ഏതായാലും പോലീസ് ഇയാളുടെ മൊഴി രേഖപ്പെടുത്തും, വിശദമായ മൊഴി രേഖപ്പെടുത്തും. അതോടൊപ്പം ബാലാവകാശ കമ്മീഷൻ ഈ സംഭവത്തിൽ കേസെടുത്തിട്ടുണ്ട്. ബാലാവകാശ കമ്മീഷൻ ഇന്ന് കുട്ടിയുടെ വീട്ടിൽ എത്തി കുട്ടിയെ കാണും, അതുപോലെ തന്നെ കുട്ടിയുടെ അമ്മയെ കാണും, ഇന്ന് എത്തുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. എന്തായാലും ഈ സംഭവത്തിൽ കൂടുതൽ നടപടികൾ വരുത്തുമെന്നതാണ് ഏറ്റവും പ്രധാനം. അത്രത്തോളം ഹീനമായ ഒരു പ്രവൃത്തിയാണ് ഒരു അധ്യാപകന്റെ ഭാഗത്ത്, അതും ഒരു പ്രധാന അധ്യാപകന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇതിൽ ശക്തമായ നടപടി വേണമെന്നൊരു ആവശ്യമുയർന്നു. ഇതിൽ TV മധുസൂദനാണ് ഇത്തരത്തിൽ ഈ സ്കൂളിലെത്തി കുട്ടിയിൽ നിന്നും ഒപ്പം ക്ലാസ് അധ്യാപിക, കുട്ടിയുടെ അമ്മ എന്നിവരിൽ നിന്നും തെളിവെടുത്തത്. ഈ ഒരു റിപ്പോർട്ട് കൂടി വിദ്യാഭ്യാസ വകുപ്പിന് കൈമാറിയിട്ടുണ്ട്. ഇനി എന്ത് നടപടി വിദ്യാഭ്യാസ വകുപ്പ് ഈ പ്രധാന അധ്യാപകനെതിരെ എടുക്കുന്നതെന്നും കാത്തിരുന്ന് കാണേണ്ടി വരും. ആര്യ, തീർച്ചയായും KV ബൈജു ആണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്. നമുക്ക് മടങ്ങിയെത്താം ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം. എന്തു പറ്റി നമ്മുടെ നാടിന് എന്ന് വെൽക്കം ബാക്ക്. നമ്മുടെ രാവിലെ തുടരുകയാണ്. ഇപ്പോൾ നമ്മുടെ KSRTC ബസ്സുകളെല്ലാം ഇപ്പോൾ വമ്പൻ പൊളിയായിക്കൊണ്ടിരിക്കുകയാണ്. പുതിയ സ്ലീപ്പർ കം സീറ്റർ ബസ്സുകൾ കൂടി ഈ സംസ്ഥാനത്ത് എത്തിയിരിക്കുകയാണ്. 36 പേർക്ക് ഇരുന്നും 18 പേർക്ക് കിടന്നും യാത്ര ചെയ്യാവുന്ന പുത്തൻ മോഡലാണ് നിരത്തിൽ ഇറങ്ങുക. ബംഗളൂരുവിൽ നിന്നടക്കമുള്ള അന്യസംസ്ഥാന സർവീസുകളിലായിരിക്കും ആദ്യം നടത്തുക. പുതിയ ബസ്സുകളുടെ ഫ്ളാഗ് ഓഫ് ഓഗസ്റ്റ് 21 മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. KSRTCയുടെ ആധുനികവൽക്കരണത്തിന്റെ ഭാഗമായി നിരത്തിലേക്ക് ഇറങ്ങാൻ പോകുന്ന സ്ലീപ്പർ കം സിറ്റിംഗ് ബസ്സുകളാണ് എന്റെ പുറകിൽ കാണാൻ കഴിയുന്നത്. ഇത്തരത്തിലുള്ള 100-ലധികം ബസ്സുകൾ ഈ മാസം 21 മുഖ്യമന്ത്രി ഫ്ളാഗ് ഓഫ് ചെയ്യും. ഈ ബസിന്റെ സവിശേഷതകളും ആധുനിക രീതികളുമെല്ലാം നമുക്കൊന്ന് നോക്കിക്കാണാം. പതിനെട്ട് പേർക്ക് കിടന്നുകൊണ്ടും 36 പേർക്ക് ഇരുന്നും യാത്ര ചെയ്യാൻ കഴിയുന്ന AC ബസ്സാണ് ഈ കാണുന്നത്. ഇതിൽ എടുത്തു പറയാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഇതിൽ നമുക്ക് ലെഗ് സ്പേസ് ആണ്. അതായത് 6 അടിയിലധികം ഉയരമുള്ള ഒരാൾക്ക് നല്ല രീതിയിൽ കിടന്നുകൊണ്ട്, അതായത് സെമി സ്ലീപ്പിംഗ് അവസ്ഥയിൽ യാത്ര ചെയ്യാനുള്ള ഒരു സൗകര്യം ഈ ബസ്സിൽ ഒരുക്കിയിട്ടുണ്ട്. ഇരുന്ന് യാത്ര ചെയ്യുന്ന യാത്രക്കാർക്ക് പുറമെ കിടന്നുകൊണ്ട് യാത്ര ചെയ്യുന്നവർക്കും മികച്ച സൗകര്യങ്ങൾ തന്നെയാണ് ഒരുക്കിയിട്ടുള്ളത്. അവരുടെ ബാഗുകൾ സൈഡിൽ തന്നെ വെക്കാൻ കഴിയും. ഒപ്പം തന്നെ റീഡിംഗ് ലൈറ്റുകളുണ്ട്. ഒപ്പം തന്നെ AC വെന്റ്, സൗകര്യാർത്ഥം നിയന്ത്രിക്കാൻ കഴിയുന്ന AC വെന്റും ചാർജിംഗ് പോർട്ടുകളും വൈഫൈ സൗകര്യങ്ങളും CCTV സൗകര്യവും ഒക്കെ അത്യാധുനികമായി ഒരുക്കിയിട്ടുണ്ട് ഈ ബസ്സിനകത്ത്. ബസ്സിലെ യാത്രക്കിടെ ബസ്സിനകത്ത് കോറി വരിക്കുന്ന സ്വഭാവമുള്ള യാത്രക്കാരുണ്ട്. അത്തരം യാത്രക്കാർക്ക് അങ്ങനെ ഒരു സ്വഭാവം നിർത്തേണ്ടി വരും. കാരണം ഈ ഒരു ബസ്സിനകത്ത് നൽകിയ ഇന്റീരിയർ മൊത്തം സ്റ്റെയിൻലെസ് സ്റ്റീലാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ കോറി വരയ്ക്കാൻ കഴിയില്ല. ഈ ഒരു ബസ്സിന്റെ ഡിസൈൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു രാജ്യസ്നേഹം തുളുമ്പുന്നൊരു ഡിസൈനാണ്. മാത്രമല്ല ഈ ബസ് ആദ്യം സർവീസ് നടത്തുക ബാംഗ്ലൂർ മുതൽ കേരളത്തിലേക്കായിരിക്കും. അതിനുശേഷമായിരിക്കും ഇതിന് റൂട്ടുകൾ നൽകുക എന്നാണ് മന്ത്രി അറിയിച്ചത്. കർണാടകയിലെ ബാംഗ്ലൂരിലടക്കം ഈ ഒരു ഡിസൈനുള്ള ബസ്സുകൾ കയറി ചെല്ലുമ്പോൾ മലയാളികൾക്ക് അഭിമാന നിമിഷമായി തന്നെ അത് കണക്കാക്കാൻ പറ്റും. ക്യാമറാമാൻ സന്തോഷിനോടൊപ്പം സാരംഗ് സുധാകരൻ, ന്യൂസ് 18, തിരുവനന്തപുരം. മലപ്പുറം വളാഞ്ചേരി പോലീസ് സ്റ്റേഷന് ആധുനിക സൗകര്യങ്ങളോടെ പുതിയ കെട്ടിടം ഒരുങ്ങുകയാണ്. കെട്ടിട നിർമ്മാണം ഉടൻ ആരംഭിക്കുമെന്നാണ് വിവരം. നിലവിലെ കെട്ടിടം പൊളിച്ച് അതേ സ്ഥലത്താണ് പുതിയ കെട്ടിടവും നിർമ്മിക്കുന്നത്. അതിനാൽ തന്നെ പോലീസ് സ്റ്റേഷൻ പ്രവർത്തനം വട്ടപ്പാറയിലെ പഴയ CA ഓഫീസ് കെട്ടിടത്തിലേക്ക് മാറ്റും. മലപ്പുറം വളാഞ്ചേരി പോലീസ് സ്റ്റേഷന് ആധുനിക സൗകര്യങ്ങളോടെയാണ് പുതിയ കെട്ടിട നിർമ്മാണത്തിന് അനുമതിയായത്. കെട്ടിടം നിർമ്മിക്കാൻ സംസ്ഥാന സർക്കാർ 3 കോടിയോളം രൂപ അനുവദിച്ചിരുന്നു. നിലവിലെ കെട്ടിടം പൊളിച്ച് അതേ സ്ഥലത്താണ് പുതിയ കെട്ടിടവും നിർമ്മിക്കുന്നത്. അതിനാൽ തന്നെ പോലീസ് സ്റ്റേഷന്റെ പ്രവർത്തനം ഓഗസ്റ്റ് 20 മുതൽ താൽക്കാലികമായി വട്ടപ്പാറയിലെ സർക്കിൾ ഓഫീസായിട്ടുള്ള CI ഓഫീസിലേക്ക് മാറ്റാനാണ് തീരുമാനം. ലോക്കപ്പ് അടക്കമുള്ള സൗകര്യങ്ങൾ വട്ടപ്പാറയിലെ സ്റ്റേഷനിൽ സജ്ജീകരിച്ചിട്ടുണ്ട്. 1.5 വർഷത്തിനുള്ളിൽ പുതിയ സ്റ്റേഷന്റെ നിർമ്മാണം പൂർത്തിയാക്കുമെന്നാണ് സൂചന. പോലീസ് സ്റ്റേഷന്റെ നിലവിലെ കെട്ടിടം അസൗകര്യങ്ങളാൽ വീർപ്പുമുട്ടുകയായിരുന്നു.
കാലവർഷത്തിൽ കെട്ടിടത്തിന്റെ പല ഭാഗങ്ങളിൽ ചോർച്ചയുണ്ടായതിനെ തുടർന്ന് പോലീസുകാർ ഏറെ പ്രയാസപ്പെട്ടാണ് ഇവിടെ ജോലി ചെയ്തിരുന്നത്. കെട്ടിടത്തിന് പുറകുവശത്താകെ പൊന്തക്കാടും തൊണ്ടിവാഹനങ്ങളുമാണ്. പാമ്പുകൾ ഉൾപ്പെടെയുള്ള ഇഴജന്തുക്കളുടെ ശല്യവും ഇവിടെ ഉണ്ടായിരുന്നു. ഇതെല്ലാം കണക്കിലെടുത്താണ് പുതിയ കെട്ടിടം നിർമ്മിക്കാനായി ഒരുങ്ങുന്നത്. പുതിയ കെട്ടിടത്തിൽ വിവിധ ആവശ്യങ്ങൾക്കായി സ്റ്റേഷനിലെത്തുന്ന പൊതുജനങ്ങൾക്കും വിശ്രമിക്കുന്നതിനും മറ്റും സൗകര്യങ്ങൾ ഉണ്ടാകും. ന്യൂസ് 18 തിരൂർ. ഏഷ്യാ കപ്പ് ക്രിക്കറ്റ് ടൂർണമെന്റിനുള്ള ഇന്ത്യൻ ടീമിനെ ഇന്ന് പ്രഖ്യാപിക്കും. ഇംഗ്ലണ്ടിൽ മികവ് കാട്ടിയെങ്കിലും ശുഭ്മാൻ ഗില്ലിനെ തൽക്കാലം T20 ടീമിലേക്ക് പരിഗണിക്കേണ്ട എന്നും സഞ്ജു സാംസണും അഭിഷേക് ശർമ്മയും തന്നെ ഓപ്പണർമാരായി തുടരട്ടെ എന്നുമാണ് സെലക്ഷൻ കമ്മിറ്റിയുടെ തീരുമാനമെന്നാണ് സൂചന. ബാക്കപ്പ് ഓപ്പണറായി യശസ്വി ജയ്സ്വാളും ടീമിലെത്തുമെന്നാണ് ഏറെക്കുറെ ലഭിക്കുന്ന സൂചന. തിലക് വർമ്മയും സൂര്യകുമാർ യാദവും ബാറ്റിംഗ് നിരയിൽ തുടരുമ്പോൾ ഹാർദിക് പാണ്ഡ്യയും അക്സർ പട്ടേലും ടീമിൽ സ്ഥാനം ഉറപ്പാക്കിയിട്ടുണ്ട്. ജസ്പ്രീത് ബുംറ ഏഷ്യ കപ്പിൽ കളിക്കാൻ സന്നദ്ധത അറിയിച്ച പശ്ചാത്തലത്തിൽ ബുംറയ്ക്കൊപ്പം പ്രസിദ്ധ് കൃഷ്ണ, അർഷദീപ് സിംഗ്, കുൽദീപ് യാദവ്, വരുൺ ചക്രവർത്തി എന്നിവരടക്കം 13 പേർ ടീമിൽ സ്ഥാനം ഉറപ്പാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ രാവിലെയുടെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. അപ്പോൾ ഒരിടവേളയ്ക്ക് ശേഷം കുറ്റകൃത്യങ്ങളുടെ ലോകത്തെ വാർത്തകളുമായി ടോം കുര്യാക്കോസ്.